Good afternoon. Good afternoon, ma'am. Good afternoon, Miss. Good afternoon, ma'am. രണ്ടുപേരുള്ളൂ നമ്മുടെ ക്ലാസ്സില് കേറുന്നുള്ളൂ അല്ലേ ആളുകള്? ആരാ പ്രേയർ പാടുന്നത്? മാം, എൻ്റെ പേര് പ്രതീക്ഷ എന്നാണ്. ഞാനാണ് ഇന്ന് പ്രേയർ ചെല്ലേണ്ടത്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത്. റെക്കോർഡ് ക്ലാസ്സിലാണ് ഇതുവരെ ജോയിൻ കേട്ടോണ്ടിരുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. എല്ലാരും എത്തിയിട്ടുണ്ടോ? സ്റ്റാർട്ട് ചെയ്തോളൂ. സൗണ്ട് കേൾക്കാമല്ലോ അല്ലേ? ക്യാമറ ഓൺ ചെയ്യട്ടെ? ചെയ്തോളൂ. താങ്ക് യു. കാണാമോ? ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. നമുക്ക് പ്രേയർ സ്റ്റാർട്ട് ചെയ്യാം. ഡിയർ ഗോഡ്, ഹിയർ മൈ പ്രേയർ. കീപ് മീ ഇൻ യുവർ ലവിംഗ് കെയർ. ഹെൽപ്പ് മീ ഇൻ ഓൾ ഐ ഡു. ഗൈഡ് മീ ആൻഡ് ബ്ലെസ് മീ ടു. ചെറിയൊരു ആക്ഷൻ സോങ് പോലെ അതിൻ്റെ കൂടെ ഉണ്ട്. അത് എഴുന്നേറ്റ് നിന്നിട്ടാണ്, പക്ഷെ ഞാൻ ഇരുന്നുകൊണ്ട് ചെയ്യാം. God's love is so wonderful. God's love is so wonderful. God's love is so wonderful. Oh, wonderful love. So high, you can get over it. So deep, you can get under it. So high, you can get over it. So deep, you can get under it. So wide, you can get around it. Oh, wonderful love. God's love is so wonderful. God's love is so wonderful. God's love is so wonderful. Oh, wonderful love. Oh, wonderful love. Thank you, ma'am. നന്നായിട്ട് ചെയ്തല്ലോ. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഡാൻസ് കുറച്ച് പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ചെറിയൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ കുട്ടികളുടെ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഹാപ്പി ഫീറ്റ് പള്ളിക്കുടം എന്നാണ് പേര് സ്കൂളിന്റെ. അവിടെ പ്ലേ ഗ്രൂപ്പ് തുടങ്ങി UKG വരെയുള്ള സെക്ഷനാണ്. മോണ്ടിസോറി ബേസ്ഡ് ആണ്. മോണ്ടിസോറി ഒന്നും പഠിച്ചിട്ടില്ല, എങ്കിലും അവിടെ ഒരു 2 വർഷം കൊണ്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. കുഞ്ഞിക്കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അവർക്ക് ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് നമ്മളിപ്പോ അവരുടെ കൂട്ടത്തിൽ അങ്ങനെ ആയതുകൊണ്ട് അതിന്റെ ഒരു ചെറിയൊരു വഴക്കമുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ മാം. ഓക്കെ. ആരാ സൈനിങ്? ആരാ? ഞാനാ സൈനിങ്. ഫാത്തിമാന്റെ പേര്. ക്യാമറ ഓൺ ചെയ്തോളൂ കേട്ടോ. ക്യാമറ ഓൺ ചെയ്തിട്ട് സൈനിങ് ചെയ്യണം കേട്ടോ. ക്യാമറ ഓൺ ആക്കണം. ഓൺ ആക്കണം. കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ, എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നതാണല്ലേ. ക്യാമറ ഓൺ ആക്കിയിട്ട് ചെയ്തിരുന്നാല് നല്ലതായിരുന്നു കേട്ടോ. ഓക്കെ. പറയട്ടോ. Bamboo and the bird. One day, Bamboo Bear was walking through a forest. He saw a small bird under a tree. He picked the bird. That's when the mama bird came flying. Oh, my baby! I was searching for her, she said. Bamboo climbed up the tree and put the little bird in the nest. The mama bird thanked him. Okay. ഇവിടെ കുഞ്ഞുകുടി വന്നിട്ടുണ്ടല്ലോ. ക്ലാസ് കേൾക്കാൻ വന്നാണോ? മോള് എത്രയിലാ പഠിക്കുന്നേ? 2-ല്. എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ എക്സാം? എക്സാം കഴിഞ്ഞു. ഇനിയുണ്ട്. ഇതല്ലേ എക്സാം 2 കൂടെ ഉണ്ട്. ഞാൻ
ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ഇങ്ങനെ ഓപ്പൺ ആയിട്ട്. അത് എനിക്ക് ഭയങ്കര അതൊക്കെ ശരിയാക്കാലോ നമുക്ക്. അതിന്റെ ഒരു ഇതുണ്ട്. കഴിഞ്ഞില്ലേ? പറഞ്ഞു കഴിഞ്ഞില്ലേ ഫാത്തിമ? ഓ കഴിഞ്ഞു. ഇനി ആരാ? Quotes, ma'am. പറഞ്ഞോളൂ. നീതു. Past is a waste paper, present is a newspaper, future is a question paper. So read and write carefully, otherwise your life will be a tissue paper. This quotes by APJ Abdul Kalam. ഞാനാ? ഇനിയൊന്നുമില്ലല്ലോ. ആക്ഷൻ സോങ് വല്ലതുണ്ടോ? ഇല്ല. മാം ആക്ഷൻ സോങ് വേണം, ഞാൻ ജസ്റ്റ് ഒരെണ്ണം പാടാം. ചെയ്തിരുന്നു. ഞാൻ വേറെ ആരെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ ചോദിച്ചതാണ്. ഓക്കെ ചെയ്യണോ? വേണ്ട, ചെയ്തതല്ലേ ഒരു പ്രാവശ്യം. ഓക്കെ മാം. ഓക്കെ. ഇനി നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ്സിനോട് ഒരു ഡൗട്ട് ചോദിച്ചായിരുന്നില്ലേ? കലോറീസിന്റെ കാര്യം, കലോറിയുടെ കാര്യം ഓർമ്മയുണ്ടോ? ഡൗട്ട് ചോദിച്ചത് ചോദിച്ചിരുന്നു മാം. ചോദിച്ച ആളില്ല, ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞതല്ല. ആവറേജ് നോക്കുമ്പോ സ്ത്രീയും പുരുഷനുമായിട്ട് ഡിഫറൻസ് ഉണ്ട്. അപ്പോ പുരുഷൻ കലോറി ഏതാണ് ഫുഡ് കഴിക്കുമ്പോ പുരുഷൻ അഡൽട്ട് മാൻ എന്ന് പറയുമ്പോ അയാൾ ഒരു ദിവസം കഴിക്കേണ്ടത് 2500 അത്രയും കലോറി ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്. അതുപോലെ തന്നെ സ്ത്രീ ഫീമെയിൽ ആണെങ്കിൽ 2000 ആണ് കഴിക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ആക്ടിവിറ്റി ബേസിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പൊ സ്ത്രീയാണ് കൂടുതൽ ആക്ടിവിറ്റീസ് നടത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് കൂടുതൽ കലോറി കഴിക്കേണ്ടത്. കൂടി അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അറിഞ്ഞിരിക്കുക, ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ ഇതുപോലെ എന്തെങ്കിലും ഡിസീസസോ അങ്ങനെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കലോറിയിൽ വ്യത്യാസം ഉണ്ടാവും. നമുക്കത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. സ്ത്രീയോ പുരുഷനോ ആരാണ്. ഇപ്പോ പുരുഷൻ കൂടുതൽ അധ്വാനിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് കൂടുതൽ കലോറി കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡിസീസസ് ഉണ്ടാവും അല്ലെ, ഫാറ്റ് അടഞ്ഞു കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ സ്ത്രീയാണ് കൂടുതൽ ആക്ടിവിറ്റി ചെയ്യുന്നത്, അവളാണ് കൂടുതൽ ജോലി ചെയ്യുന്നതെങ്കിൽ കൂടുതൽ കലോറി കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ സാധാരണ രീതിയിൽ ഒരു ആവറേജ് എടുക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് അല്ലെങ്കിൽ കഴിക്കേണ്ടത് സ്ത്രീ ആണെങ്കിൽ 2000 പുരുഷന്മാരാണെങ്കിൽ 2500 കലോറീസ് ആണ് കഴിക്കേണ്ടത്. ക്ലിയർ ആയില്ലേ? ഡൗട്ട് പറഞ്ഞ അല്ലെങ്കിൽ ഡൗട്ട് ചോദിച്ച ആളോടൊന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. ഇനി മിസ് ഒരു ആക്ടിവിറ്റി തരാം. ആക്ടിവിറ്റി ചെയ്യാനായിട്ട് തയ്യാറാണോ നിങ്ങള്? ലൈവായിട്ട് ഓക്കെ. മിസ് ഒരു ക്വസ്റ്റ്യൻ പറയാം കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ പറയാം. ഹാപ്പിയസ്റ്റ് ഇൻസിഡന്റ് ഇൻ മൈ ലൈഫ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഹാപ്പിയസ്റ്റ് ഇൻസിഡന്റ് ഇൻ മൈ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ഹാപ്പിയസ്റ്റ് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഇതിനെ കുറിച്ച് പറയാം. ക്ലിയർ ആണോ പറയാനായിട്ട്? 2 മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഇതിനായിട്ട് ഓരോരുത്തരായിട്ട് പറയണം. ഇതെന്തിനാ പറയിപ്പിക്കണേന്ന് അറിയോ? നിങ്ങൾ ചില ആക്ടിവിറ്റീസ് തരും ക്ലാസ്സിൽ. ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അതുപോലെ തന്നെ ഇപ്പൊ ഫാത്തിമ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത് അല്ലെ. നിങ്ങളൊരു സ്കൂളിൽ കയറുമ്പോ ചിലപ്പോൾ നിങ്ങളോട് കവിത ചൊല്ലാൻ പറയും, അല്ലെങ്കിൽ കഥ പറഞ്ഞു കൊടുക്കാൻ പറയും. ചിലപ്പോ നിങ്ങൾക്ക് അറിയാവുന്ന ക്ലാസ്സിലൊക്കെ അറിയാത്ത ക്ലാസ്സിലൊക്കെ കയറേണ്ടതായിട്ട് വരും ഇല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ പതറാൻ പാടില്ല. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഒന്ന് ആലോചിച്ചോളൂ കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ പറയാം. ഹാപ്പിയസ്റ്റ് ഇൻസിഡന്റ് ഇൻ മൈ ലൈഫ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ആരാദ്യം പറയാം? പറയാം മാം. ഓക്കെ, ശ്രീലക്ഷ്മി. ബാക്കിയുള്ളവർ അത് കേൾക്കാം, അതുപോലെ തന്നെ ആലോചിക്കുകയും കൂടി ചെയ്യാം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ ശ്രീലക്ഷ്മി. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഹാപ്പിയസ്റ്റ് ഇൻസിഡന്റ് എന്താന്ന് ചോദിച്ചാൽ എനിക്കിപ്പോ ഒരു ആൻസർ മാത്രമേ ഉള്ളൂ. അത് എൻ്റെ മോന്റെ കാര്യമാണ്.
എനിക്ക് 2 കുട്ടികളാണ് ഉള്ളത്. മൂത്ത മോള് സമന്വയ, ഇപ്പൊ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. മോള് നല്ല സ്മാർട്ടായിട്ടും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. എല്ലാത്തിലും നല്ല ആക്റ്റീവാണ്. സ്കൂളിലാണെങ്കിലും അക്കാഡമിക് ടോപ്പർ ആണെങ്കിലും അല്ലെങ്കിൽ കലാതിലകം, ഓൾറൗണ്ട് പെർഫോമർ, അതൊക്കെ മോൾക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. പിന്നെ മോന് ഉണ്ടാവാനായിട്ട് കുറച്ച് ഗ്യാപ്പ് എടുത്തു. ഞാൻ ഈ PSCയുടെ പ്രിപ്പറേഷൻ കാരണം ജോലി കിട്ടിയിട്ട് മതി രണ്ടാമത്തെ കുട്ടീന്ന് വെച്ചിട്ട് കുറച്ച് ഡിലേ ആയിരുന്നു. അപ്പൊ മോനും മോളും തമ്മിൽ 7.5 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ മോൻ ഉണ്ടായ സമയത്ത് തന്നെ ആക്റ്റീവ് ആയിരുന്നെങ്കിലും കൈ ഇങ്ങനെ വല്ലാതെ എന്താ പറയാ, കൈന്റെ വിരലുകൾ ഇങ്ങനെ വല്ലാതെ അനക്കുക, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഓട്ടിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കുക എന്നുള്ളത് കണ്ടിട്ട് ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ മോൻ എല്ലാ ആക്ടിവിറ്റീസും സ്കിപ്പ്. ശ്രീലക്ഷ്മി, ഒന്ന് ആ ക്യാമറ ഓൺ ആക്കി ഒന്ന് കാണിച്ചു തരും എങ്ങനെയാണ് കയ്യാനൊക്കെ നീന്ന്? മാം ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ചുറ്റും പണിക്കാരെ ഡ്രസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക മാം. അപ്പൊ അത് കാരണം ഞാൻ ഈ ബെഡ്റൂമിന്റെ ഉള്ളിൽ കയറി വാതിൽ അടച്ചിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ആയിരിക്കും വോയിസിന്റെ. മോനെ കൈ ഇങ്ങനെ ഫിംഗേഴ്സ് ഇങ്ങനെ എന്താ നമ്മളിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് അപ്പൊ തന്നെ ഇങ്ങനെ വിടില്ലേ മാം, അതുപോലെ ഇങ്ങനെ എപ്പോഴും ആക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോ എനിക്കത് കണ്ടിട്ട് വല്ലാതെ, പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്തും എല്ലാവരും അത് പറയാറുണ്ട്, ഇവൻ ഇങ്ങനെ എന്താ ഭയങ്കര കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കണ്ടല്ലോ, എക്സൈറ്റ്മെന്റ് വരുമ്പോഴാണ് കുട്ടി കൂടുതലായിട്ട് അങ്ങനെ കാണിക്കണത്. അപ്പോൾ ഞാനത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യണ സമയത്ത് ഇങ്ങനെ ഓട്ടിസത്തിന്റെ ഒരു ലക്ഷണം ഇങ്ങനെ ഫ്ലാപ്പിംഗ് ഓഫ് ഹാൻഡ്സ് ആണെന്ന് കണ്ടിട്ട് അന്ന് ഞാൻ ടെൻഷൻ അടിച്ചതിന് എനിക്ക് ഇപ്പോഴും പറയാൻ അറിയില്ല മാം, അത്രമാത്രം. പിന്നെ ഒരു വയസ്സ് വരെയുള്ള അവന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം അവൻ ഡിലേ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. കമഴ്ന്നോന്ന് ചോദിച്ചാൽ ചോറൂണ് കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് അവൻ കമന്നിട്ടുണ്ടായിരുന്നത്. കമന്നാ പിന്നെ ബാക്കി നോർമൽ കുട്ടികൾ ചെയ്യണ പോലെ ഇപ്പൊ നീന്തിയിട്ടില്ല, മുട്ടിലിരുന്നിട്ടില്ല, മുട്ടിലിഴഞ്ഞിട്ടില്ല, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇവൻ. പിന്നെ ഇവനെ നടത്താനായിട്ട് ഇപ്പൊ ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് കൈ പിടിച്ച് നടത്തുകയാണ് ചെയ്തത്. പക്ഷെ അവൻ നടന്നു, ഈസി ആയിട്ട് അവൻ നടന്നു, ഓടി ചാടി ഒക്കെ ചെയ്തു. പക്ഷെ അവൻ അതിനിടയിലുള്ള ഈ മൈൽ സ്റ്റോൺസ് ഒക്കെ സ്കിപ്പ് ചെയ്തു. അങ്ങനെ അതെല്ലാം കൂടി കൂട്ടി വായിച്ച് നോക്കിയപ്പോ ശരിക്കും ഈ ഓട്ടിസം എന്ന് പറയണ അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ആണ് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കണതും അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യണതും. അപ്പൊ ഇത് രണ്ടും കൂടി വന്നപ്പോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു മാം, സത്യം പറയാലോ. ഞാൻ പേടിച്ചിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവനെ കണ്ടാൽ മുഖത്തിനൊരു വ്യത്യാസമില്ല, ഒരു നോർമൽ കുട്ടിയാണ്. കാണുമ്പോ ഇല്ല, പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, സംസാരത്തിന് ഒരു ബുദ്ധിമുട്ടില്ല, പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഡൗട്ടിൽ നിൽക്കായിരുന്നു. സാധാരണ അങ്ങനത്തെ കുട്ടികളിൽ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഞങ്ങള് ഒരു പീഡിയാട്രിഷനെ കാണിച്ചു. കാണിക്കുന്ന സമയത്ത് ആ ഒരു മൊമെന്റ് എന്ന് പറയണതാണ് എന്റെ ജീവിതത്തിൽ ഞാൻ എന്താ പറയാ, ഞാൻ അപ്പം വിചാരിച്ചു എന്റെ ഈശ്വര, മോളെ പോലെ സ്മാർട്ട് ആയില്ലെങ്കിലും വേണ്ടില്ല, ഓൾറൗണ്ടറോ കലാതിലകോ ഒന്നും ആവണ്ട, ഇവൻ ഒരു നോർമൽ കുട്ടിയായാൽ മതി എന്ന് നമ്മൾ ചിന്തിക്കുന്ന ചില നിമിഷങ്ങളുണ്ട്. അങ്ങനെ ഞാൻ എന്താ പറയാ, കമ്പാരിസണും എല്ലാം മാറ്റി വെച്ച് ഇവൻ എന്തായിരിക്കും പ്രശ്നം എന്ന് ഹോസ്പിറ്റലിൽ പോയൊരു സമയമൊക്കെ എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയോട് കൂടി മാത്രം ഞാൻ ഓർക്കുന്ന കാര്യമാണ്. അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ട് ഞങ്ങൾ കുറെ കൺസൾട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവൻ അങ്ങനെ എക്സൈറ്റ്മെന്റ് കൊണ്ട് ഉണ്ടാവുന്ന ചെറിയൊരു പ്രശ്നം മാത്രമാണ്. ഇപ്പൊ അത് കുറെ കുറഞ്ഞു വന്നു. ഇപ്പോഴും അവൻ അങ്ങനെ കൈ ഇങ്ങനെ കാണിക്കും, പക്ഷെ അത് മോളിൽ നിന്ന് ഇപ്പൊ എന്തെങ്കിലും ബോൾ വീഴുക അല്ലെങ്കിൽ അവന് ഓവറായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് എക്സൈറ്റഡ് ആവുമ്പോഴാണ് അവന്റെ ബോഡിയിൽ നിന്ന് ഈ ഒരു റിയാക്ഷൻ വരുന്നത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് ഒരു കുഴപ്പമില്ല, കാരണം അവനെ IQ ടെസ്റ്റ് ചെയ്തു, അവനെ ഒരുപാട് ആക്ടിവിറ്റീസ് അവർ കൊടുത്തു നോക്കി, അപ്പോഴൊക്കെ അവൻ നോർമലാണ്, അവന് വേറെ ഒരു പ്രശ്നവും ഇല്ല. അത് കഴിഞ്ഞ് അവനിപ്പോ അംഗൻവാടിയിൽ പോകുന്നുണ്ട്, അംഗൻവാടിയിൽ നല്ല സ്മാർട്ടാണ്, അതിന്റെ വീഡിയോസ് ഒക്കെ ടീച്ചർ ഷെയർ ചെയ്ത് തരും. അപ്പൊ എന്റെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് അവൻ ഓക്കെയാണ്, അവൻ നോർമൽ ആണെന്ന് അറിഞ്ഞതാണ്. അത് ഈ നിമിഷം വരെയല്ല, ഇനി എന്നോട് ആര് ചോദിച്ചാലും എന്റെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് അല്ലെങ്കിൽ ഇൻസിഡന്റ് എന്ന് പറയുന്നത് അവന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല, അവൻ ഓക്കെ ആണെന്ന് അറിഞ്ഞത് തന്നെയാണ് മാം. ശരിയാണല്ലേ ശ്രീലക്ഷ്മി പറഞ്ഞത്. നമ്മള് പ്രശ്നമൊക്കെ പ്രസവിച്ച് ആ ടൈം കഴിയുമ്പോ ആ കുട്ടി ജനിച്ച് കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് പറയുമ്പോൾ എന്തൊരു വിഷമായിരിക്കും അല്ലെ. നോർമൽ അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ചിന്തിക്കാൻ അത് പറ്റില്ല. ആ ഒരു സമയത്തെ ടെൻഷൻ എന്ന് പറഞ്ഞാല് നമുക്കത് ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ ഈ ഒരു സംശയിക്കുന്ന ഇപ്പൊ ഹൈപ്പർ ആക്റ്റീവ് ആണ് എന്നുള്ള കുട്ടി എന്താ ADHD എന്ന് പറയും അതിനെ, ഹൈപ്പർ ആക്റ്റീവ്. അപ്പൊ അതാണോ എന്നുള്ള ഒരു സംശയം. പിന്നെ ഇവൻ ആൺകുട്ടി ആയതുകൊണ്ട് പൊതുവെ കുറുമ്പ് കൂടുതലാണ്. പക്ഷെ ഈ കുറുമ്പ് കാണിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ വരിക ഇത് അതിന്റെ സിംറ്റം ആണോ,
അങ്ങനെ അവൻ ചെയ്യണ ഓരോ കാര്യങ്ങളെയും പേടിയോടെ മാത്രം നോക്കി കണ്ടിരുന്ന കുറെ സമയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു മനസ്സിൽ ധൈര്യം സംഭരിച്ച് അത് കൺസൾട്ട് ചെയ്ത് അത് അല്ല എന്ന് ഉറപ്പ് വരുത്തിയ ആ നിമിഷം. അപ്പൊ എനിക്ക് പറയാനുള്ളത് അങ്ങനെ സംശയങ്ങൾ റെസ്പോണ്ട് ചെയ്യാറില്ലല്ലോ, അതൊന്നും അപ്പൊ കുഴപ്പമില്ലാന്നാ തോന്നുന്നത്. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കൊക്കെ റെസ്പോണ്ട് ചെയ്യാനെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ കൈകൊണ്ട് കാണിക്കുന്നത് ശരിക്കും ഒരു നോർമൽ അല്ലായിരുന്നു. അവൻ ഭയങ്കരമായിട്ട് കൈകൊണ്ട് കാണിക്കുമായിരുന്നു. പിന്നെ അവൻ എല്ലാം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, കമന്നിട്ട് നീന്തിയിട്ടൊന്നുമില്ല. അപ്പൊ അതൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ അവൻ നന്നായിട്ട് സംസാരിക്കുമ്പോ എനിക്ക് ഏകദേശം ഉറപ്പുണ്ട് ഇതല്ല. എന്നാലും നമുക്കുള്ളില് ഇനി വേറെ എന്തെങ്കിലും ആണെങ്കിലും നമ്മളൊന്ന് കൺസൾട്ട് ചെയ്യണമല്ലോ. അങ്ങനെ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ അത് ഓക്കെ ആണ് എന്ന് പറഞ്ഞ ഒരു നിമിഷം, ഇവന് ഹൈപ്പർ ആക്റ്റീവും അല്ല, ഇവന് ഓട്ടിസ്റ്റിക്കും അല്ല, ഇവനൊരു നോർമൽ ബേബിയാണ്, ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവന്റെ ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവും, ഓവർ എക്സൈറ്റ്മെന്റ് വരുമ്പോ അവർ ആ ഉള്ളിലുള്ള എക്സൈറ്റ്മെന്റ് പല രീതിയിലാണ് പുറത്ത് വിടുക. അതിൽ അവന്റെ ഒരു രീതി മാത്രമാണ് കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത്. ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നുള്ളത് പറഞ്ഞതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്. നന്നായിട്ട് പറഞ്ഞു അല്ലെ ശ്രീലക്ഷ്മി? ഓക്കെ, ഞാനാ പറയുന്നത് മൃദുല. മാം ഞാൻ പറയാം. മാം, എവരി പാസ്റ്റ് ഈവൻസ് ആർ എ ഗുഡ് മെമ്മറി എന്നാണല്ലോ. അപ്പോൾ എല്ലാ മെമ്മറീസും എല്ലാവർക്കും സന്തോഷം തരുന്നതായിരിക്കും, അല്ലെങ്കിൽ സങ്കടം തരുന്നതായിരിക്കും. ഇപ്പം ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ കുട്ടികളായിരിക്കും നമ്മളെല്ലാവരും. ഒരു രീതിയിൽ എല്ലാവരും അമ്മമാരാണല്ലോ. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ കിട്ടിയത് തന്നെയായിരിക്കും. അപ്പോൾ എനിക്ക് അതിനു മുമ്പേ ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മാരേജാണ്. ഞാൻ 7 years ഓഫ് ലവ് ആഫ്റ്റർ ആണ് മാരേജ് ചെയ്തത്. അത് ഇന്റർ സ്റ്റേറ്റ് ആണ്. ഞങ്ങൾ ഒരാൾ തമിഴ്നാടും ഒരാൾ കേരളവുമാണ്. അപ്പോൾ അതിന് ശേഷം ഉള്ള എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എനിക്ക് ഇതുവരെ പറയാൻ പറ്റാത്ത ഈ ഒരു 5 years ആയി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഏറ്റവും നല്ലൊരു മെമ്മറി ആയിട്ടാണ് എൻ്റെ മാരേജ് ലൈഫ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നെ എനിക്ക് അതിൽ കൂടുതൽ ഇതൊന്നും അല്ല, അതിൽ കൂടുതൽ ഏറ്റവും സന്തോഷം തോന്നി എൻ്റെ മോളെ എൻ്റെ കയ്യിൽ കിട്ടിയതാണ്. കാരണം എനിക്ക് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. എത്ര പ്രസവിച്ചാലും എനിക്ക് പെൺകുട്ടി വേണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മോളെ എൻ്റെ കയ്യിൽ കിട്ടിയത്, വളരെ സുന്ദരിയാണ് എൻ്റെ മോള്. അപ്പോൾ എനിക്ക് ഇപ്പം അവളുടെ ചെറിയ ഏജാണ്. അപ്പോൾ എനിക്ക് ഇപ്പൊക്കെ ഞാൻ വളരെ ഹാപ്പിയാണ് മാം. താങ്ക് യു. എന്താ ചെയ്യുന്നത്? അംഗനവാടി പോകണ്ടോ? കുഞ്ഞുമോളാണോ? കുഞ്ഞു മോളാണ് മാം, 1.5 വയസ്സാണ്. ഇനി ആരാ? നീതു. ഞാൻ നീതു പറയാം. പറഞ്ഞോളൂ മോള്, പറഞ്ഞോളൂ. നെക്സ്റ്റ് നീതു പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ. നീതു ആണോ പറയുന്നേ? സ്റ്റാർട്ട് ചെയ്തോ മോള്, സ്റ്റാർട്ട് ചെയ്തോളൂ. ഇത് കഴിഞ്ഞിട്ട് നീതു പറഞ്ഞോളൂ കേട്ടോ. ശരി, ഓക്കെ മാം. എൻ്റെ ലൈഫിൽ ഈ പറഞ്ഞ ശ്രീലക്ഷ്മിയുടെ മക്കളെ പോലെ തന്നെയാണ്. എനിക്ക് ഒരു മോളാണ് ഫസ്റ്റ് ഉള്ളത്. മോളിപ്പം 9th പഠിക്കുന്നത് ശരിക്കും. പിന്നെ മോക്കൊരു 8 വയസ്സൊക്കെ ആയപ്പോൾ എനിക്ക് വീണ്ടും ഞാൻ പ്രഗ്നന്റ് ആയി. പക്ഷെ അത് 2 പ്രഗ്നൻസി ആയി. ലെഫ്റ്റ് ട്യൂബ് റിമൂവ് ചെയ്യേണ്ടി വന്നു. അപ്പൊ പിന്നെ എല്ലാവരും ഞങ്ങൾ ഭയങ്കരമായിട്ടും ഡെസ്പായി പോയി. കാര്യം നമുക്ക് ഇനിയും കുട്ടികളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷെ മോൾക്ക് ഭയങ്കര സങ്കടമാണ്. മോൾക്ക് അടിയിൽ കൂട്ടൊന്നും ഇല്ലാരും. ഞങ്ങളുടെ വീടിനടുത്ത് 3 പേരുണ്ട്. അപ്പൊ അവൾക്ക് ഭയങ്കര സങ്കടമാണ്. എനിക്ക് മാത്രം അനിയനും അനിയത്തിയും ഒന്നും ഇല്ല. അങ്ങനെ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ ഇങ്ങനെയും കൂടെ ആയിക്കഴിഞ്ഞപ്പോ ഇനിയും കുട്ടികൾ ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിച്ചു. പക്ഷെ 2020 ആയപ്പോ ഞാൻ വീണ്ടും ക്യാരിങ് ആയി. പക്ഷെ ഫസ്റ്റ് തുടങ്ങി ബെഡ് റെസ്റ്റ് ആണ്. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അത് ആ കൊറോണയുടെ ടൈമിലും കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ പോയി ഒരു എന്റെ വീട്ടിൽ കൊണ്ടാക്കി. അവിടുന്ന് ഓരോ സ്കാനിങ് കഴിയുമ്പോഴും ഒരു 7th month സ്കാനിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, കൊച്ചിന് 2 ബോർഡ് ചുറ്റിയിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കണം. എങ്ങനെയെങ്കിലും 9 month ആക്കിയിട്ട് ജസ്റ്റ് സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പം എന്തോ അവിടുത്തെ പീഡിയാട്രിഷ്യൻ, ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികളും എല്ലാ ഹോസ്പിറ്റലും അങ്ങനെ നമ്മുടെ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ അവര് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിക്കും എന്റെ മോൻ ജനിച്ച് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ പീഡിയാട്രിഷ്യൻ എന്നോട് വന്ന് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കുകയൊന്നും ചെയ്യരുത്, മോനാണ് ഉണ്ടായത്. അപ്പം മോന് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ഇല്ല, ജന്മന ആ സാധനം മോനില്ല. അപ്പം ശരിക്കും നിങ്ങളൊരു എൻഡോക്രിനോളജിയെ സജസ്റ്റ് ചെയ്ത് തന്നു ഡോക്ടർ തന്നെ. അപ്പം എൻഡോക്രിനോളജി ഒന്ന് കാണിക്കാൻ പറഞ്ഞു. പക്ഷെ അറ്റ് എ ടൈം
പുള്ളി എന്നോട് പറഞ്ഞു തൈറോനോം എന്ന് പറയുന്ന ടാബ്ലറ്റ്, കുഞ്ഞാണെങ്കിൽ കൂടിയും തൈറോനോമിന്റെ ടാബ്ലറ്റ് മാത്രമേ ഉള്ളൂ, സിറപ്പുകളൊന്നുമില്ല, അത് സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. അത് ശരിക്കും 50 mg ആണ് സ്റ്റാർട്ട് ചെയ്തത്, അതായത് ഡോസ് കൂടിയ സാധനം. അത് സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും 7 ദിവസം തുടങ്ങി, ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ 7 ദിവസം ആയപ്പോഴാണ് വന്നത്. അന്ന് തുടങ്ങി ആ ടാബ്ലറ്റ് ഞാനിങ്ങനെ ഉരച്ച് പാലിൽ ചേർത്ത് അവന്റെ വായിൽ ഒഴിച്ചു കൊടുക്കും. ആള് ജസ്റ്റ് ഒരു 13, ആദ്യത്തെ സമയമൊന്നും ശരിയാണ്, കുഞ്ഞുങ്ങളൊന്നും ഒന്നും നോക്കുവൊന്നുമില്ല. പക്ഷെ 1 month കഴിഞ്ഞിട്ട് പോലും ആള് ജസ്റ്റ് ഒന്ന് നോക്കുവോ അങ്ങനത്തെ ഒന്നുമില്ല. ഞങ്ങൾ ഭയങ്കരമായിട്ട് ഡെസ്പായി പോയി. പിന്നെ അതിന്റെ കൂട്ടത്തിൽ കുറെ ആൾക്കാർ പറഞ്ഞു അമ്മയ്ക്ക് ക്യാരിങ് ആയ സമയത്ത് തൈറോയ്ഡ് ഉണ്ടായിട്ടാണ് അങ്ങനെ പ്രശ്നം മോന് വന്നതെന്ന്. പക്ഷെ ഒരിക്കൽ പോലും എനിക്ക് തൈറോയ്ഡ് അങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല, സ്കാനിങ്ങിലൊക്കെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എൻഡോക്രിനോളജിയെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് നമ്മുടെ അതൊരു തെറ്റായ ധാരണയാണ്, അങ്ങനെ വരില്ല, ചില ജനറ്റിക് ആയിട്ടുണ്ടാവുന്ന പ്രശ്നമാണ്, അത് നമുക്ക് ഈ ടാബ്ലറ്റിലൂടെ തന്നെ ഫോളോ അപ്പ് ചെയ്യണം. അപ്പം ഒരു 15 ദിവസം തുടങ്ങി ആളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കും. കുഞ്ഞി കയ്യിൽ സിറിഞ്ച് സൂചി ഒടിച്ചിട്ട് കയറ്റിയിട്ടാണ് ബ്ലഡ് എടുത്തോണ്ടിരുന്നത്. അങ്ങനെ ഇപ്പം മോനിപ്പോ ഒരു 4 വയസ്സുണ്ട്. ഇപ്പം ആള് പെർഫെക്റ്റ്ലി ഓക്കെയാണ്. ഞങ്ങൾ ടാബ്ലറ്റ് ഒക്കെ നിർത്തി, ആൾക്ക് ഗ്ലാൻഡ് വന്നു തുടങ്ങി. അപ്പം ഞങ്ങൾ ശരിക്കും ആ 3 ദിവസം ഞങ്ങൾ ആ പീഡിയാട്രീഷ്യനാണ് എപ്പോഴും നന്ദി പറയുന്നത്. കാര്യം പുള്ളിയാണ് അത് കണ്ടുപിടിച്ചത് ആദ്യം, ആ ഒരു ഇതില്ല എന്നുള്ളത്. പക്ഷെ അതില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ശരിക്കും നമ്മുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റിനെയാണ് ഇപ്പൊ എല്ലാ അമ്മമാരാണ് ഈ കേട്ടോണ്ടിരിക്കുന്നത്. അതുകൊണ്ടും കൂടെ ഞാൻ പറയും, ഇപ്പൊ ഞാൻ ആ വർക്ക് ചെയ്യുന്ന സ്കൂളിലും ഉണ്ട്, ശരിക്കും ഒരു ദിവസം പോലും അതിന്റെ ട്രീറ്റ്മെന്റ് വൈകാൻ പാടില്ല. കാര്യം ആ ഒരു ദിവസത്തെ ബ്രെയിൻ ഡെവലപ്മെന്റ് അവരുടെ പോയി, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ശരിക്കും നമ്മളത് അതേപോലെ കൊണ്ട് നടന്ന് ഫോളോ ചെയ്ത് മെഡിസിൻ കൊടുക്കേണ്ട കേസാണ്, മെഡിസിൻ കൊടുക്കുക തന്നെ വേണം. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ബ്രെയിൻ ഡെവലപ്മെന്റ് പോയി കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് ആ ഒരു ദിവസത്തേത് തിരിച്ച് കിട്ടില്ല, പോയത് തന്നെയാണ്. പക്ഷെ എന്റെ മോൻ ഒരു കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മൾ ആ ടാബ്ലറ്റ് അന്ന് തുടങ്ങി കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ്. അത് കറക്റ്റ് ടൈമിൽ 15 ദിവസം കൂടുമ്പം ഫോളോ അപ്പ് ചെയ്യും. പിന്നെ അത് 1 മാസമായി, പിന്നെ 1.5 മാസം കഴിഞ്ഞായി, പിന്നെ 3 മാസം, പിന്നെ 6 മാസം, അങ്ങനെ ഇപ്പൊ ലാസ്റ്റ് ടൈമിൽ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തപ്പം ഡോക്ടർ ആസ്റ്ററിലാണ് കാണിക്കുന്നത്. ഡോക്ടർ പറഞ്ഞു നിങ്ങൾ മെഡിസിൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു, ആൾക്ക് ഒരു കുഴപ്പവും ഇല്ല, ഇനിയും 1 year കഴിയുമ്പോൾ വീണ്ടും ഫോളോ അപ്പ് ചെയ്യണം. അങ്ങനെ കുഴപ്പമില്ല, ആൾ ആക്റ്റീവാണ്, ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പൊ അത് കേട്ട ആ മൊമെന്റ് ഉണ്ട്. ആദ്യം ഒന്ന് മോളാക്കാൻ 10 year വ്യത്യാസമുണ്ട്, ഗ്യാപ്പ് ഉണ്ട് രണ്ടുപേരും തമ്മിൽ. മോക്ക് 10 വയസ്സുള്ളപ്പോഴാണ് മോനുണ്ടായത്. അപ്പം ആളൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, ഞാൻ പോകുന്ന സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്, എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ്, സംസാരം എല്ലാം ചെയ്യും. അപ്പൊ നമുക്കതൊരു ഭയങ്കര ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആണ്. അത് അങ്ങനെയൊന്നും ഇല്ലാന്നറിഞ്ഞ ആ സമയത്ത്, അത് ആ ഗ്ലാൻഡ് ഇല്ല, നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമായിരുന്നു. നമുക്ക് ഈ തൊണ്ടയ്ക്ക് ഇവിടെ ഒരു തടിപ്പുള്ള ഇത് മോനുണ്ടായിരുന്നില്ല. അതൊരു 3 വയസ്സിലെ സ്കാനിങ്ങിലാണ് അത് ശരിക്കും ഡെവലപ്പായി ഞങ്ങൾ കണ്ടത്. അപ്പൊ ഞങ്ങൾക്ക് തന്നെ ഡോക്ടർ തന്നെ പറയും, നിങ്ങൾ ടച്ച് ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറയും. അപ്പം ഇപ്പൊ തൈറോയ്ഡ് എന്ന് പറയുന്ന ആ ഒരു വെറുതെ നമ്മൾ എപ്പോഴും സ്കിപ്പ് ചെയ്ത് കളയുന്ന ഒരു അസുഖമാണ്. പക്ഷെ കുട്ടികൾക്ക് അത് വന്നു കഴിഞ്ഞാൽ, എന്റെ സ്കൂളിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ട്. ശരിക്കും ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ആ കുട്ടിയെ കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റ്, എനിക്കൊന്നും അറിയില്ല, ഞാൻ അവരോട് ചോദിച്ചത് അങ്ങനെ തന്നെയാണ്, എന്തെങ്കിലും തൈറോയിഡിന്റെ എന്തെങ്കിലും കുഴപ്പമുള്ള കുട്ടിയായിരുന്നു എന്ന്. പക്ഷെ അവരുടെ പേരൻസ് എന്ന് പറഞ്ഞാൽ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേരൻസാണ്. പക്ഷെ അവരിടയ്ക്ക് വെച്ച് ട്രീറ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്തു. അതിന്റെ ബുദ്ധിമുട്ട് ആ മോൻ ഇപ്പോഴും ഉണ്ട്. എന്നുവെച്ചാൽ അത് ശരിക്കും ഞാൻ പറയാം, എല്ലാ പേരൻസും അത് ശരിക്കും കെയർ ചെയ്ത് ശരിക്കും ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം നമ്മളത് അനുഭവിച്ചതായതുകൊണ്ട് നമുക്കത് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പം എല്ലാം ശരിയായി ഓക്കെ ആയി എന്ന് പറയുന്ന മൊമെന്റ് ആണ് എൻ്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ്. താങ്ക് യു. ഓക്കെ മാം, എനിക്കും എൻ്റെ സ്പെഷ്യൽ ബേബിയെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. ഇതുപോലെ എൻ്റെ സ്കാനിങ്ങിലൊന്നും യാതൊരു കോംപ്ലിക്കേഷനോ ഒരു പ്രശ്നമോ ഒന്നും ഇല്ലാതെയാണ് എനിക്കും ഡെലിവറി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് ജനറ്റിക്കലി പ്രോബ്ലം ഉള്ള കുട്ടിയാണെന്നുള്ളത് തന്നെ അറിയണത്. നമുക്ക് ജനിച്ച സമയത്ത് അവളെ എടുത്ത് കയ്യിൽ തന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ബുദ്ധിമുട്ടുള്ള കുട്ടിയാണെന്നുള്ളത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെയുള്ള ഒരു സ്കാനിങ്ങിലോ 7th month 3D സ്കാനിങ് ഒക്കെ കാണിച്ചിട്ട് ചെയ്തിട്ട് മോളെ നമുക്ക് കാണിച്ചു തരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിനകത്തൊന്നും യാതൊരുവിധ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കയ്യിൽ കിട്ടിയപ്പോൾ ദൈവം എന്താ പറയുക, ഒരു പ്രശ്നമല്ല, ഒരുപാട് പ്രശ്നങ്ങളുള്ള കുട്ടീനെ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കൈയാണെന്നുണ്ടെങ്കിൽ 2 കൈയും ഒട്ടും മൂവ്മെന്റ്സ് ഇല്ല. അതുപോലെ തന്നെ നട്ടലിന് നല്ല രീതിയിൽ വളവുണ്ട്. പിന്നെ DDH എന്ന് പറഞ്ഞിട്ട് 2 കാലും വന്നിരിക്കുന്നത് നമ്മുടെ തൊടയുടെ ആ ഒരു ഇതിന്റെ പുറത്തു നിന്നാണ് 2 കാലുകളും വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ സ്കാനിങ്ങിലൊക്കെ ഒരുപാട് ഒത്തിരി പ്രശ്നങ്ങളുള്ളതാണ്. അതുപോലെ തന്നെ ജനിച്ചപ്പോൾ തന്നെ പിറ്റത്തെ ദിവസം മുതൽ ഫിക്സും ഡെയിലി എന്നും ഫിക്സും അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള കുഞ്ഞായിരുന്നു. പിന്നെ അവൾക്ക് അപ്പോൾ നമുക്ക് ആ ജനിച്ച സമയത്ത് എല്ലാവരും കാഴ്ചയും കേൾവിയും ഒക്കെ ടെസ്റ്റ് ചെയ്യുമല്ലോ. അപ്പൊ കേൾവി ടെസ്റ്റ് ചെയ്തപ്പോൾ നോർമൽ ആയിരുന്നു, കേൾവി ഉണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷെ കാഴ്ച ടെസ്റ്റ് ചെയ്ത സമയത്ത് അവർക്കത് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല, കണ്ണിലേക്കുള്ള ഞരമ്പുകൾക്കൊന്നും വളർച്ചയില്ലാത്തതുകൊണ്ട് കാണുന്നുണ്ടോ കാണുന്നില്ല എന്നുള്ളത് ഡോക്ടർമാർക്ക് പോലും ഡൗട്ടായിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പൊ അതിനുശേഷം പിന്നെ നമ്മൾ വിചാരിച്ചു ശരി കുറച്ചും കൂടെ ഏജ് ആവട്ടെ, അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ളതായി. ഇപ്പം മോൾക്ക് 3.5 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിപ്പോൾ അത് കഴിഞ്ഞ മാസമാണ് ഈ 1, 2, 3 വയസ്സിലൊക്കെ അവൾ അങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും. പെട്ടെന്ന് വല്ല സൗണ്ട് കേട്ടാൽ ഞെട്ടല് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കേൾക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു. പിന്നെ അവളുടെ മുഖത്ത് നോക്കി ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമായിരുന്നു. വേറെ ഒന്നും ഇങ്ങനെ ശ്രദ്ധിക്കില്ല. പക്ഷെ എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അപ്പൊ എനിക്ക് അങ്ങനെ ആ കാഴ്ച ഉണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു എനിക്കും ഇത്. അപ്പൊ പിന്നെ ബാക്കിയുള്ളവർ സംസാരിക്കുമ്പോൾ അവൾ ആരുടെ മുഖത്തേക്ക് നോക്കില്ല, സൗണ്ട് കേട്ട സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. അങ്ങനെയൊക്കെ ആയപ്പോൾ വീണ്ടും ഡൗട്ടായിട്ട് ഇപ്പൊ കഴിഞ്ഞ മാസമാണ് നമ്മൾ അവളുടെ കാഴ്ച ടെസ്റ്റ് ചെയ്തത്. അപ്പൊ കാഴ്ച ഉണ്ട് എന്നുള്ളത് തന്നെ കൺഫേം ആയി കിട്ടിയതാണ്. വലിയൊരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് തന്നെ പറയാം. ഇത്രയും പ്രശ്നങ്ങൾ അപ്പുറത്തെ സൈഡിൽ കിടക്കുന്നുണ്ടെങ്കിൽ കൂടെ ഇപ്പുറത്ത് കുറച്ചെങ്കിലും ഡെവലപ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ളത് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ വലിയ ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്നു അതിപ്പോ. ഓക്കെ. കണ്ണടക്കില്ലല്ലോ അല്ലേ? ഇപ്പോൾ ഡെയിലി ഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിയുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് ഇനിയിപ്പോൾ ഒന്നും മുന്നോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം അവളെ. ഇതാണ് മോള്, കാണുന്നുണ്ടാവും എല്ലാവർക്കും? ഇല്ല കാണുന്നില്ല. കാണുന്നില്ല? ഇല്ലടാ കാണുന്നില്ലല്ലോ. ഒരു മിനിറ്റ്. ഇപ്പോഴോ? വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല മോനെ. അതെന്താന്ന് അറിയില്ല. ഇല്ല, അവള് സംസാരിക്കൊന്നും ചെയ്യില്ല. അല്ലടാ നിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ക്യാമറ അല്ല, ക്യാമറ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. എന്താ കാണാത്തത് മനസ്സിലാവുന്നില്ല. പിന്നെ ഒരു ദിവസം കാണാം. ഓക്കെ. ഞാൻ പറയാം മാം. എൻ്റെ പേര് മേരി മാർഗ്രറ്റ് എന്നാണ്. എൻ്റെ ആ പേര് രഞ്ജു എന്ന് കിടക്കുന്നത്. മേരി മാർഗ്രറ്റ് ആണ്. എനിക്കും 2 മക്കളാണ് ഉള്ളത്. മൂത്ത ആളും ഇതുപോലെ തന്നെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ സ്കാനിങ് ടൈമിലൊക്കെ ഒന്നും യാതൊരുവിധ കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രസവിച്ച് കഴിഞ്ഞിട്ടും യാതൊരു കുഴപ്പവും ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ ഒരു 16 ദിവസം പ്രായമായപ്പോൾ മോളിനൊരു ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അവിടെ വെച്ചിട്ടാണ് അറിയുന്നത് മോന് ഹാർട്ടിന് വലിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്, എമർജൻസി ആയിട്ട് തന്നെ ഒരു സർജറി ചെയ്യണമെന്ന്. അത് ഞങ്ങൾ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് കാണിച്ചത്. പക്ഷേ അവിടെ അതിനുള്ള ഫെസിലിറ്റി ഇല്ല. 1 മണിക്കൂറിനുള്ളിൽ മോനെ ഇന്ന് അമൃതയിൽ എത്തിച്ചില്ല എങ്കിൽ മോൻ്റെ ജീവന് ആപത്താണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവിടുന്ന് തന്നെ ആംബുലൻസ് ഒക്കെ റെഡിയാക്കി ഞങ്ങളെ അമൃതയിലേക്ക് വിടുകയും അവിടെ ഡോക്ടേഴ്സ് നല്ല രീതിയിൽ പരിചരണം കിട്ടുകയും 18 ദിവസം ഉള്ളപ്പോൾ എമർജൻസി ആയിട്ട് ചെയ്യേണ്ടത് അവിടുത്തെ ഡോക്ടർ ഇല്ലാഞ്ഞത് കൊണ്ട് 18ാമത്തെ ദിവസം മോനെ വലിയൊരു സർജറിക്ക് ചെയ്യേണ്ടി വന്നു. സർജറി എന്ന് പറഞ്ഞാൽ 7 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഓപ്പൺ ഹാർട്ട് സർജറി ആയിരുന്നു. അവൻ്റെ വാൽവ് ചേഞ്ച് ആയിട്ടിരിക്കുകയായിരുന്നു. ബ്ലഡ് വാൽവ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിരിക്കുമായിരുന്നു. അപ്പം അത് നമുക്കത് ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ചത്ത് ജീവിച്ചൊരവസ്ഥയാണ്. അത് കഴിഞ്ഞ് മോൻ സർജറി കഴിഞ്ഞ് വെന്റിലേറ്ററിലായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ പെട്ടെന്ന് റിക്കവറായി. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. അത് കഴിഞ്ഞ് ഈ 8 ദിവസം കൊണ്ട് തന്നെ ആള് ഫുൾ ആക്റ്റീവായി. അത്രയും ദിവസത്തെ പ്രായമുള്ളത് കൊണ്ടായിരിക്കാം ആൾ ആക്റ്റീവായി. പിന്നെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യുകയും പിന്നെ നമ്മൾ ചെക്കപ്പിന് ചെല്ലുമ്പോൾ അവന് യാതൊരുവിധ കുഴപ്പമില്ല, നോർമൽ ബേബിയാണെന്ന് പറയുകയും ചെയ്തു.
അതുപോലെ തന്നെ ഈ ഒരു ടെൻഷൻ കിടക്കുന്നതാണ് രണ്ടാമത്തെ ബേബി ഉണ്ടാകാൻ താമസിച്ചു. മോളാണ്. അവളും തമ്മിൽ 5 വയസ്സിന് വ്യത്യാസമുള്ളത്. അവളുടെയും ഇങ്ങനെ മോനുണ്ടായിരുന്നതുകൊണ്ട് എക്കോ ECG എല്ലാം എടുത്തു. വയറ്റിലായിരുന്നപ്പോൾ തന്നെ എല്ലാം എടുത്തു. പക്ഷെ അതിലൊന്നും യാതൊരു കുഴപ്പവും കാണിച്ചില്ല. അവളെ പ്രസവിച്ച് കഴിഞ്ഞിട്ടും ഡോക്ടേഴ്സ് പറഞ്ഞു ഫീറ്റലിൽ കുഴപ്പമില്ലെങ്കിലും നമുക്ക് പ്രസവിച്ച ശേഷം എക്കോ ഒക്കെ എടുത്ത് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എക്കോ എടുത്തപ്പം അവൾക്ക് ഹാർട്ടിന് ചെറിയൊരു ഹോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ടെൻഷനായി. വേറൊന്നുമല്ല, നമ്മൾ മൂത്താളെയും കൊണ്ട് ഒരുപാട് അനുഭവിച്ചതാ. അപ്പം ഈ ഹോൾ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് മടുത്തുപോയി. കാര്യം വീണ്ടും ഇയാൾക്കും അങ്ങനെ സർജറി ചെയ്യേണ്ടി വരുവാ, ടെൻഷനായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ കുഴപ്പമില്ല, 6 മാസം കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം, ഇത് ഹോൾ ചിലപ്പോൾ അടഞ്ഞു പോകുമെന്ന് പറഞ്ഞു. എന്നാൽ ഈ 6 മാസം നമ്മൾ എങ്ങനെയാ തള്ളി നീക്കുന്നതെന്നറിയില്ല. 6 മാസവും പോയി. 6-ാം മാസം ഞങ്ങൾ സ്കാൻ ചെയ്യാൻ ചെന്നപ്പോഴത്തേക്കും എക്കോ എടുത്തപ്പം ആ ഹോളില്ല, യാതൊരു കുഴപ്പവും ഇല്ല, കുഞ്ഞിന് നോർമൽ ബേബിയാ എന്ന് പറഞ്ഞു. അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസങ്ങൾ. ഇത് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഫ്രണ്ട് ഉണ്ട്, വീടിന് പഠിച്ചോണ്ടിരുന്നപ്പോ അതില് പ്രഗ്നൻസി ടൈമില് സ്കാൻ ചെയ്യുള്ളൂ. സ്കാൻ ചെയ്യുമ്പോ ഒന്നും ഒരു കുഴപ്പവും കണ്ടിരുന്നില്ല. തിരിച്ചു പെൺകുട്ടിയായിരുന്നു. അപ്പോ അവളുടെ ഈ ചെവിയുടെ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങോട്ടുള്ള ഉള്ളിലേക്കുള്ള സാധനങ്ങളൊന്നും ഇല്ല. ഇവിടെ ഇത് മാത്രമുണ്ട്, ഈ പോർഷൻ മാത്രമുണ്ട്, ഇങ്ങോട്ടുള്ള സാധനങ്ങളൊന്നും സ്കാൻ ചെയ്തപ്പോ. അപ്പോ ഇപ്പോ ചെയ്യുന്നത് 8 ലക്ഷം രൂപയുടെ ട്രീറ്റ്മെന്റ് വേണമെന്നാണ്. 8 ലക്ഷം രൂപ 10 ലക്ഷം രൂപയുടെ ട്രീറ്റ്മെന്റ് ആണ് ട്രിവാൻഡ്രത്താണ് ചെയ്യുന്നത്. അപ്പൊ ചെറിയ ട്രീറ്റ്മെന്റിലൂടെ അല്ലെങ്കിൽ സാധാരണ ഒരേ പാർട്സുകൾ ഉണ്ടായി വരുള്ളൂ എന്ന് പറഞ്ഞു. അതിനിപ്പോ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ലക്ഷം രൂപയുടെ ട്രീറ്റ്മെന്റുകള്. അതുപോലെ തന്നെ ഇപ്പൊ പുതിയ സ്കൂളിൽ പോകുന്നുണ്ട്. ഇപ്പൊ ഒരു ഒന്നിലോട്ടാവുന്നു. അപ്പോ കേൾക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഉള്ളിലുള്ള പാർട്സുകളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. പെട്ടെന്നൊന്നും ആവില്ല. ഇവിടെ വർഷങ്ങളെ പിടിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറയും. അപ്പോ സ്കൂളിലൊക്കെ പോകുമ്പോ ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കാൻ കേൾക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ ട്രീറ്റ്മെന്റിലാണ്. ശരിയാവും എല്ലാ കാര്യങ്ങളും അല്ലെ? അങ്ങനെയുള്ള എല്ലാം ഇതാണ് ഒരു ദൈവം നമുക്ക് എല്ലായ്പ്പോഴും സുഖങ്ങൾ തരില്ലല്ലോ, സന്തോഷവും തരും. എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും ശരിയാവും. അതുപോലെ തന്നെ ഇത് വിഷമിക്കേണ്ട കാര്യമില്ല. അവളുടെ ഫിക്സ് വരുന്ന കാര്യങ്ങളായാലും ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. ഒരു 5 വയസ്സ് വരെ ഫിക്സ് വരുന്ന കുട്ടികൾക്ക് ഇപ്പൊ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണയായിക്കൊണ്ട് മാറിക്കോളും. എല്ലാ കാര്യങ്ങളും ശരിയാവും. ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇനി ആരാ? സാധ്യത ഞാൻ പറയാമോ? എന്റെ പറയാന്ന് പറയാ, എനിക്ക് ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് പറയുന്നതിനേക്കാളും എന്റെ ലൈഫിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ആദ്യം തന്നെ ഞാൻ ഹസ്ബൻഡിനെ കാണാതെ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. ഫോണിലൂടെ മാത്രം സംസാരിച്ച് ശബ്ദം മാത്രം കേട്ടിട്ട് എൻഗേജ്മെന്റ് ടൈമിലാണ് ഞങ്ങൾ ആദ്യം കാണുന്നത്. അങ്ങനെ കല്യാണം കഴിച്ചതാണ്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പോകുമ്പോൾ 1 വർഷമായി, 2 വർഷമായി, 3 വർഷമായി, ഞങ്ങൾക്ക് കുട്ടികളില്ല. പിന്നെ ഫാമിലിയിൽ നിന്നെല്ലാം എല്ലാവരും ചോദിക്കാൻ തുടങ്ങി അതെന്തേ കുട്ടികളില്ലാത്ത. ഞങ്ങൾക്ക് 2 ആൾക്കും ഒരു പ്രോബ്ലം ഇല്ല, പുറത്തുനിന്ന് കാണുന്ന ആൾക്കാണ് പ്രോബ്ലം. അങ്ങനെ 7 years ആയി. 7 years വരെ ഞങ്ങൾക്ക് കുട്ടികളില്ല. ഞങ്ങൾ ഒരു 2-3 years ആകുമ്പോൾ ഞങ്ങൾ മാറി താമസിക്കാൻ തുടങ്ങി. 2 ആളും വേറെ ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് ഞങ്ങൾ മാത്രം താമസിക്കാൻ തുടങ്ങി. അത് ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടാണ് പോകുന്നത് 2 ആളും. പക്ഷെ പുറമേ നിന്ന് കാണുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഞങ്ങൾക്ക് കുട്ടികളില്ലല്ലോ എന്ന് പറയും. പിന്നെ എനിക്ക് പിന്നെ ഒരു കല്യാണത്തിന് പോകുമ്പോയാലും അങ്ങനെ ഒരു ഭയങ്കര മടി. കല്യാണത്തിനൊക്കെ പോകാൻ അവിടെ പോയിട്ടാകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് വിശേഷമായില്ലേ, ഇതാണ് ചോദ്യം. അങ്ങനെ ആദ്യം ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് നമ്മൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ല 2 ആൾക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു ഇനി മരുന്ന് എടുക്കുന്നില്ല, കാരണം മരുന്ന് എടുത്തിട്ട് കുട്ടികളാവാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു ടെൻഷൻ വരും, മരുന്ന് എടുത്തിട്ടും എന്തേ കുട്ടികളാവാത്തേന്ന് പറഞ്ഞു. ദൈവം എപ്പോ തരുന്നു അപ്പൊ തരട്ടെ നമുക്ക് കുട്ടികൾ എന്ന് പറഞ്ഞു. അങ്ങനെ 7 years ആകുമ്പോൾ പെട്ടെന്ന് ഒരു അത്ഭുതം പോലെ ഞാൻ പ്രഗ്നന്റ് ആയി. പീരിയഡ്സ് കറക്റ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് വരാതിരിക്കുമ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവാണ്. അങ്ങനെ പ്രഗ്നന്റ് ആയി. അങ്ങനെ എന്റെ മോളായി, ഒരു പ്രോബ്ലം ഇല്ല. നേരെ ഞാൻ നോർമൽ ഡെലിവറി ആയി, എന്റെ മോളായി. അത് ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആണ്. ഞങ്ങൾ 2 ആളും ഒരു ബേബി ഗേളിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നോണ്ടുണ്ടായത്.
പേര് വരെ ഹസ്ബൻഡ് പ്രഗ്നൻസിയിൽ തന്നെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പേര് വരെ ഇട്ടു എന്റെ മോൾക്ക്. നല്ലൊരു എന്താ പറയാ, നല്ല ടാലന്റഡ് ആയ മോളാണ് എന്റെ. ഇപ്പൊ 9 years ആയി. സ്കൂളിലെ ടോപ്പറാണ്, മദ്രസയിൽ ടോപ്പറാണ്. എല്ലാ കാര്യത്തിലും ഒളിമ്പ്യാഡ് വിന്നറാണ് അവള്, ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് എന്റെ മോള്. ഇപ്പൊ കാണുന്ന ആൾ ഇപ്പൊ ചോദ്യം എന്താ അടുത്ത കുട്ടീൻ്റെ ഏതാണ്, അത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കാരണം എന്റെ മോളുണ്ട് എനിക്ക്. ആദ്യം നല്ല പ്രോബ്ലം ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പൊ ഓക്കെയാണ് ഞാൻ. എന്റെ മോള് നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ അവള് ഒരു 1 year ആകുമ്പോ എന്നോട് പറയാം, എന്റെ മുടി ഒരു 1.5 ആകുമ്പോ മുടി തൊടാൻ ഇഷ്ടമല്ല അവക്ക്. വലിയ മുടി വേണം. 2 year 3 year എല്ലാം ആകുമ്പോ അവള് പറഞ്ഞു എന്റെ മുടി എടുക്കണ്ട ഉമ്മ എന്ന് പറഞ്ഞിട്ട് അത് വെച്ചിട്ട് 9 years വരെ ഞങ്ങൾ വെച്ചു. കഴിഞ്ഞ ജൂലൈയില് എന്റെ മോളെ മുടി ഞാൻ ക്യാൻസർ പേഷ്യന്റിന് എന്റെ മോളെ ഇഷ്ടത്തിൽ തന്നെ കൊടുത്തു. വലിയതായിട്ടുണ്ടായി മുടി, എടുക്കാതെ വെച്ചിട്ടുണ്ടായതല്ലേ. അങ്ങനെ അത് മോളെ കൊടുത്തു. അങ്ങനെയാണ്. മോക്ക് 2 years ആകുമ്പോ എനിക്ക് ചെറിയൊരു പ്രോബ്ലം വന്നു. എന്റെ കാലിന് ഒരു ട്യൂമർ ഉണ്ടായി, ലെഫ്റ്റ് ആംഗിളിന്. അങ്ങനെ അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഞാൻ ബാംഗ്ലൂരാണ്, HCG-യിലാണ് ട്രീറ്റ്മെന്റ് ചെയ്ത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ചിലപ്പോ ആംഗിൾ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് പൊട്ടിയാൽ കാലിന് എടുക്കേണ്ടി വരും. അപ്പൊ അത് പൊട്ടിയില്ലെങ്കിൽ ആംഗിൾ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ പറഞ്ഞു ആംഗിൾ എടുത്താലും ചിലപ്പോ ഒരു മുടന്ത് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 7 months ബെഡിൽ തന്നെയായിരുന്നു. അപ്പൊ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, മോളെ നോക്കാം. മോക്ക് 2 years ഉള്ളൂ. അപ്പൊ ഒരു കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 7 months ആകുമ്പോ ഞാൻ നേരെ നടന്നു. അതും ഒരു അത്ഭുതമായി എനിക്ക്. അങ്ങനെ ഇപ്പൊ ഒരു പ്രശ്നമില്ല, നേരെയുണ്ട്. കാലിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു, എല്ലാം നേരെയുണ്ട്. ഇപ്പൊ ഹാപ്പിയാണ്. അങ്ങനെ എന്താ സാധ്യത പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കല്യാണം കഴിയുമ്പോ കുട്ടിയായില്ലേ, ഇപ്പൊ 1 വർഷം കഴിയുമ്പോ തുടങ്ങുമല്ലേ ആളുകൾ, പുറമേയുള്ള ആളുകൾ അല്ലെങ്കിൽ എന്താ പാരന്റ്സ് ആയാലും കുട്ടിയായില്ലേ, എന്താണ് ആവാത്തെന്ന് ചോദിക്കാറുണ്ടല്ലേ. അത് കഴിഞ്ഞ് ഒരു കുട്ടി ഉണ്ടാവുമ്പോ പറയും അടുത്ത കുട്ടി എപ്പോഴാണ്, അത് ചോദിക്കാറുണ്ട്. നമ്മള് കേൾക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ് ഇത്, അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെന്താ, പിന്നെ ആരാണ് ഞാൻ പറയാം. അഞ്ചു. എനിക്ക് ചേച്ചിന്റെ കുഞ്ഞിനെ കുറിച്ചാണ് പറയാനുള്ളത്. ചേച്ചിന്റെ കല്യാണം കഴിഞ്ഞ ഒരു 5 വർഷമൊക്കെ ആയിരുന്നു. ഈ പറഞ്ഞൊരു കുഞ്ഞെന്നെ ഉണ്ടായിട്ടില്ല. അവര് പിന്നെ ഡോക്ടറൊക്കെ കാണിച്ചിരുന്നു. അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞ ഒരു പ്രശ്നമില്ല, പിന്നെ പ്രശ്നം നോക്കുമ്പോ ഒന്നുമില്ല, പക്ഷെ ഉണ്ടാവണമെന്നില്ല. ചേച്ചിയുടെ സങ്കടം കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. പക്ഷെ അവളത് അങ്ങനെ പ്രകടിപ്പിക്കൂല. അപ്പൊ എന്നിട്ട് ചേച്ചിനെ പറയും എല്ലാരും പ്രഗ്നന്റ് ആവുന്നുണ്ട്, പശുവും പൂച്ചയും എല്ലാരും പ്രഗ്നന്റ് ആവുന്നുണ്ടാവും, ഞാൻ മാത്രമേ ആവാത്തുള്ളൂ. അങ്ങനെയുള്ള സങ്കടം ഉണ്ടായിരുന്നു അവൾക്ക്. എങ്ങനെയായാലും പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനി ചാൻസ് ഇല്ല, നമുക്ക് IVF ചെയ്യേണ്ടി വരും പറഞ്ഞു. അപ്പൊ ചാൻസ് ഇല്ല എന്നുള്ള മന്തിലായിരുന്നു അവര് ചേച്ചി പ്രഗ്നന്റ് ആയത്. അതെല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷമായി. ഞാനായിരുന്നു കുടുംബത്തില് ലാസ്റ്റ് കുട്ടി. അതിന് ശേഷം ഉണ്ടാവുന്ന ഒരു കുഞ്ഞാണ്, ഒരു 10-25 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാവുന്ന ഒരു കുഞ്ഞാണ്. അപ്പൊ എല്ലാരും എന്നെ കാത്തിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഈ ട്രീറ്റ്മെന്റിലൂടെ തന്നെ ആയതുകൊണ്ട് തന്നെ പിന്നെ ഭയങ്കര റെസ്റ്റിലായിരുന്നു. അതേപോലെ തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു നല്ല റെസ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ കാത്തു വന്ന കുട്ടി ഫസ്റ്റ് തന്നെ എന്റെ കയ്യിലാണ് കിട്ടുന്നത്. ഞാൻ എടുക്കും പറഞ്ഞിട്ട് എന്റെ കയ്യിലാണ് കിട്ടുന്നത്. 1 മാസം കഴിഞ്ഞപ്പോ തന്നെ എന്റെ കല്യാണമായി. അപ്പൊ ചേച്ചിന്റെ കല്യാണത്തിന് കൂടാനോ ഒന്നിനും പറ്റിയില്ല. എനിക്ക് ഇഷ്ടമില്ലായിരുന്നു എന്റെ കല്യാണത്തിന്റെ അത്. കാരണം അമ്മേനെ അച്ഛനെ ഒന്നും പിരിയണേനല്ല, ഈ കുഞ്ഞിനെ പിരിയണേനു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ പക്ഷെ ഹസ്ബൻഡ് മനസ്സിലാക്കി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വീട്ടിക്ക് നിക്കാൻ എന്നെ വിടും. ഞാൻ ഇങ്ങനെ പറയുമ്പോ പിന്നെ അത് പിന്നെ കാര്യാക്കൂലായിരുന്നു. അപ്പൊ ഇപ്പൊ 2 വയസ്സായി അവൾക്ക്. ഞാൻ എന്നെ മേമാന്ന് വിളിക്കണമെന്ന് അവളെ ഭയങ്കര ആഗ്രഹമുള്ളത് ആണ്. പക്ഷെ അവൾ എപ്പോഴും പേരെ വിളിക്കത്തുള്ളൂ. അത് അപ്പൊ എന്നിട്ട് ഇപ്പൊ ഞാൻ ഖത്തറിലാണ്. എനിക്ക് എന്ത് വിഷമം വന്നാലും എനിക്ക് അവിടെ ഒന്ന് വീഡിയോ കോൾ ചെയ്താൽ മതി, ഒന്ന് കണ്ടാ മതി. അങ്ങനെ ഒരു അങ്ങ് മാറും. അച്ഛന്റെ നാട് എവിടെയാണ്? ആര്? അച്ഛന്റെ നാട് എവിടെയാ, വീട്? ഞാൻ മലപ്പുറം. ചോദിച്ചതാണ്, എന്നാലും കുറെ ക്ലാസ്സിൽ എടുക്കുമ്പോഴേ മാറിപ്പോവും ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പിന്നെ ആരാ? മൃദുല. ഞാൻ പറഞ്ഞതാ, മൃദുലയല്ലേ? ഞാൻ പറഞ്ഞായിരുന്നു. പറഞ്ഞായിരുന്നു അല്ലേ? പറയാതെ സ്നേഹ. മാം കേക്കാമോ? പറയട്ടെ. പറഞ്ഞോളൂ, സ്റ്റാർട്ട് ചെയ്തോളൂ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ മോനുണ്ടായത് തന്നെയാണ്.
അവനൊരു കുഴപ്പമില്ല. അത് എനിക്ക് എൻ്റെ കൈ കിട്ടി. അതെനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു മൊമെൻ്റാണ്. പിന്നെ ഇപ്പം റീസെൻ്റ് ആയിട്ട് പറയാനുണ്ടെങ്കിൽ ഞാൻ ഈ സ്മാർട്ട് സിയിൽ ഇതിൽ ജോയിൻ ചെയ്തതാണ്. എനിക്ക് ഒത്തിരി നാളായിട്ടുള്ള എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണ് എനിക്ക് ടീച്ചറാകുക എന്നുള്ളത്. പക്ഷെ എനിക്ക് പറ്റിയില്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞു, BCom ആയിരുന്നു. അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി. അപ്പോഴത്തേനും മാരേജായി. പിന്നെ MCOMന് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഞാൻ കുറേ DED ഒത്തിരി ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഒന്നും സെറ്റായില്ല. എന്ന് വെച്ചാൽ കൊച്ചിനെ ഇട്ടിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ എനിക്ക് പറ്റിയില്ല. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ ഓൺലൈനായിട്ടും കുറേ അന്വേഷിച്ചു. പക്ഷെ ഒന്നും അങ്ങ് ശരിയാവുന്നില്ല. എന്നിട്ട് പിന്നെ ഏറ്റവും ലാസ്റ്റാണ് ഇപ്പം എനിക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയത്. ഇതെനിക്ക് വളരെ എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുള്ള ഒരു ഇതാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ടീച്ചറാകുക എന്നുള്ളത്. അപ്പം എനിക്കത് ഇനി സാധിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കത് നല്ല സന്തോഷമുള്ള ഇതാണ്. ഈ കോഴ്സ് കഴിയുമ്പോൾ എല്ലാവരും ജോലി ഉണ്ടല്ലേ. ഓക്കെ, ശ്രുതി. എനിക്കും എല്ലാരും പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞ് 3 years കഴിഞ്ഞ ശേഷമാണ് ഒരു ബേബി. ഫസ്റ്റ് ആൺകുട്ടിയാണ് എന്റെ. അതെന്താ പറയാ, എന്റെ ഹസ്ബൻഡ് അനിയന് കുട്ടികളായ ശേഷമാണ് എനിക്ക്. അതവിടെ ഞാൻ പുതിയ കുറച്ച് എന്റെ ഉള്ളിലേക്കാണ് ഞങ്ങൾ അവിടെയുള്ള കോമൺ പീപ്പിൾസ് ഒക്കെ ചോദിക്കും, അവർക്കായി നിങ്ങളൊക്കെ ആയിട്ടില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ഫേസ് ചെയ്ത് കൊറോണ സമയത്ത് കുറച്ച് ക്വാറന്റൈൻ ഒക്കെ ഇരിക്കേണ്ടി വന്നു. കൊറോണ പോസിറ്റീവായ ആളാണ് ഞാൻ. ക്വാറന്റൈൻ ഒക്കെ ഇരിക്കേണ്ടി വന്നു. ആ സമയത്താണ് ഞാൻ അങ്ങനെ ഇരുന്നിട്ടാണ് പിന്നെ പ്രഗ്നന്റ് ആണെന്നുള്ളത് ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞ് ആ ഒരു ചെറിയൊരു ഇതൊക്കെ ഫേസ് ചെയ്ത് വരുമ്പോൾ പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞത്. അതൊരു ആൺകുട്ടിയാണ് ആദ്യത്തെ. അത് കഴിഞ്ഞ് ഒരു 2 years ബാക്ക് ഇപ്പൊ എനിക്ക് ചെറിയ 8 മാസം കുട്ടിയുണ്ട്. 2.5 വയസ്സ്. രണ്ടാമത്തത് മോളാണ്. ഇതാ എന്റെ മടിയിൽ തന്നെ ഇരിക്കുന്നു. ഇവളിനെ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് എന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു, ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. അമ്മയുടെ ഒപ്പം ഞാൻ തന്നെയാണ്. ഈ ക്യാരിങ് ആയ സമയത്തും അമ്മയുടെ ഒപ്പം എല്ലാ ട്രീറ്റ്മെന്റിനും ഞാൻ തന്നെയാണ് കൂടെ പോവുക. അവിടെ എന്റെ ബ്രദർ മാത്രമേ ഉള്ളൂ. ബ്രദറിന് അങ്ങനെ എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റില്ല. എടുത്ത സമയത്ത് ഓയിൻമെന്റ് ഇടുക, അവർക്ക് ക്ലീൻ ചെയ്തൊന്നും പറ്റില്ല. എല്ലാം ഞാൻ ഇവളിനെ ക്യാരിങ് ആയിട്ട് തന്നെയാണ് 1 വർഷം എന്റെ അമ്മയെ ഞാൻ നോക്കിയത്. എന്റെ അമ്മയ്ക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിൽ ഒരു പെൺകുട്ടി വേണമെന്നുള്ളത് നല്ല ആഗ്രഹമായിരുന്നു. ഇതൊക്കെ ഫേസ് ചെയ്ത് അമ്മയുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് എത്തി എന്റെ ഡെലിവറി സമയമായിരുന്നു. അപ്പൊ ഡെലിവറി സമയത്ത് കുറെ ബുദ്ധിമുട്ടി. ലാസ്റ്റ് ഇവള് മെക്കോണിയം ബേബി ആയിരുന്നു. മെക്കോണിയം ആയപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ വെച്ചിട്ട് സിസേറിയൻ വേണമെന്ന് പറഞ്ഞു. സിസേറിയൻ കഴിഞ്ഞ് ഞങ്ങൾ അത്ര വേദനയും എല്ലാം സഹിച്ച് ലാസ്റ്റ് പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ തന്നപ്പോ ആ ഒരു ഫീലിംഗ് ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ് എനിക്ക്. എന്റെ അമ്മയൊക്കെ ആ സമയത്ത് കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കണം. പെൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോ കയ്യിൽ എടുക്കാൻ വേണ്ടിട്ട് എന്റെ ബ്രദർ, ഹസ്ബൻഡ് ഒക്കെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യണം. ഇത്രത്തോളം എല്ലാം ചെയ്യും, എല്ലാ പണിയും ചെയ്യും, എല്ലാം റിലാക്സ്ഡ് ആയിരുന്നു എന്റെ ശരീരത്തിന്. സിസേറിയൻ വേണ്ട എന്ന് പറഞ്ഞപ്പോ എല്ലാരും ലാസ്റ്റ് ഒന്ന് ടെൻഷൻ അടിച്ചു. ഈ ടെൻഷനൊക്കെ ഏറ്റവും അവസാനം ഞങ്ങൾക്ക് കിട്ടിയ വലിയ സന്തോഷമാണ് അവള്. അതാണ് എന്റെ ലൈഫിലെ ഏറ്റവും വലിയത്. ആൺകുട്ടി നമ്മള് ഓക്കെ എന്ന് പറഞ്ഞിട്ടിരുന്ന സമയത്ത് ഇത്ര വലിയ ബുദ്ധിമുട്ടിന്റെ ഇടയില് ഒരു ഇതിന് പോലും പറ്റാതെ അമ്മയുടെ ഒപ്പം തന്നെ പോണ സമയത്തായിരുന്നു ഇങ്ങനെ ക്യാരിങ് ആയതും. ഇവളിനെയും കൊണ്ട് തന്നെ എല്ലാം ആ ക്യാരിങ് ആയ സമയത്തൊക്കെ നടന്നിട്ട് ലാസ്റ്റ് പെൺകുട്ടിയാണെന്നുള്ളത് കേട്ട ഒരു സെക്കൻഡ്, ഡോക്ടർ ഇത് പെൺകുട്ടിയാണ്, ഗേൾ ബേബിയാണെന്ന് പറഞ്ഞ ഒരു സെക്കൻഡ്, അത് എനിക്ക് ലൈഫിൽ ഇനി മറക്കാൻ പറ്റാത്ത ഒരു മൂമെന്റ് ആയിരുന്നു അത്, ആ സെക്കൻഡ്. ഞാൻ പറയാം. ഞാൻ മോനെ വിളിച്ചോണ്ട് വരുന്ന വഴിയാണ് ഇതെല്ലാരും പറയുന്നത് കേൾക്കണുണ്ട്. പക്ഷെ വീട്ടിലെത്താണ്ട് പറയാൻ പറ്റാത്തോണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇപ്പൊ എല്ലാരും പറഞ്ഞ പോലെ മക്കളുടെ വിശേഷങ്ങൾ മിസ്സെ കേക്കാലോ? എല്ലാരും പറഞ്ഞ പോലെ മക്കളുടെ വിശേഷം പറയണമെന്ന് എനിക്ക് എന്റെ മോന്റെ കാര്യമാണ് പറയാനുള്ളത്. ഒരു മോനാണുള്ളത്. ഇപ്പൊ സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്.
അവനുണ്ടായ ശരിക്കും പറഞ്ഞാൽ അവനെ പ്രഗ്നന്റ് ആയ ഒരു നിമിഷം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കൊരു അനിയനുണ്ടായിരുന്നു. അവൻ ശരിക്കും ഒരു ബൈക്ക് ആക്സിഡന്റ്, അത് പറയുമ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ, എന്താ സങ്കടമാണ്. അവൻ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ച് ഒരു 5-ാമത്തെ ദിവസം, ശരിക്കും ഹിന്ദുക്കളുടെ ഇതിലൊരു സഞ്ജയന എന്ന് പറയും, ആ ഒരു ദിവസമാണ് അവൻ ക്യാരിങ് ആണെന്ന് അറിയണ ആ ഒരു ദിവസം അന്നാണ്. ശരിക്കും സങ്കടപ്പെടണോ സന്തോഷം ആണോ എന്നൊന്നും എനിക്ക് പറയാൻ അറിയില്ലായിരുന്നു അന്നത്തെ ആ ഒരു ദിവസം. ശരിക്കും എൻ്റെ അമ്മ ആദ്യമായിട്ട് കരയണോ ഞാൻ കണ്ടത് ആ ഒരു ദിവസമായിരുന്നു. ശരിക്കും പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ട് അതെന്നോട് അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് സന്തോഷമാകുമോ അത് അമ്മ വീണ്ടും സങ്കടപ്പെടുമോ എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. എന്നിട്ടത് പറഞ്ഞു. അന്ന് എല്ലാവരും പറഞ്ഞത് ശരിക്കും പറഞ്ഞു എൻ്റെ അനിയൻ്റെ ഒരു പുനർജന്മമായിരിക്കും, അതൊരു ആൺകുട്ടിയായിരിക്കും എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. അന്നത്തെ ആ ഒരു ടെൻഷനും കാര്യം കൊണ്ടാന്ന് തോന്നുന്നു 2nd മന്ത് ആയപ്പോൾ തന്നെ അത് അബോർട്ടായി പോയി. അത് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും ക്യാരിങ് ആയി. ആ കുഞ്ഞ് അന്ന് സി സെക്ഷൻ ആയിരുന്നു, കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ വന്നു. 1 മണിയായപ്പം മോനുണ്ടായി. പക്ഷെ എനിക്കൊരു ബോധവും ഇല്ലായിരുന്നു, ഞാൻ കണ്ടില്ല. ഞാൻ ശരിക്കും 6 മണിയായപ്പോ കണ്ണ് തുറന്ന് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ കണ്ണ് തുറന്ന് സിസ്റ്ററുടെ അടുത്ത് എൻ്റെ കുഞ്ഞ് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ റൂമിലാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കാണണമെന്ന് പറഞ്ഞു കൊണ്ടെത്തന്നു. അവരെന്നോട് പറഞ്ഞു ഒരു ആൺകുട്ടിയാന്ന്. അത് കേട്ടപ്പോ എനിക്ക് ഏത് കുട്ടിയായാലും നമുക്ക് സന്തോഷമായിരിക്കും. പക്ഷെ എനിക്ക് കൂടുതൽ സന്തോഷമായും എൻ്റെ അമ്മയ്ക്കും എല്ലാവരും ആഗ്രഹിച്ചത് ചിലപ്പം എൻ്റെ അനിയൻ്റെ ഒരു പുനർജന്മമായിരിക്കും എനിക്കിനി ഉണ്ടാവാൻ പോണ കുട്ടിയെന്ന്. ശരിക്കും അന്ന് ബോയിയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അന്നത്തെ ആ ഒരു സമയം ഇപ്പോഴും മറക്കാൻ പറ്റാത്ത. അതുപോലെ ഒരു ആൺകുട്ടി എനിക്കുണ്ടായി. പെണ്ണായാലും ആണായാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എൻ്റെ അമ്മയ്ക്കൊക്കെ അതൊരു സന്തോഷമായിരിക്കും. കാരണം അവന്റെ ആ ഒരു മരണം കഴിഞ്ഞ് എനിക്കുണ്ടായത് ഒരു ആൺകുട്ടിയായപ്പോ അതിന്റെ ഒരു പുനർജന്മം എന്ന് കരുതിയാണ് അവരിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനുണ്ടായി 4ാമത്തെ മാസം പൂർത്തിയായതിന്റെ അന്ന് അമ്മ പോയി. അമ്മയ്ക്ക് ചെറിയൊരു ക്യാൻസറിന്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അനിയൻ മരിച്ചതിന്റെ ആ ഒരു ഇതിൽ അമ്മയ്ക്ക് പെട്ടെന്ന്, അമ്മ അംഗൻവാടി ടീച്ചറായിരുന്നു, അമ്മയ്ക്ക് ഒന്നിലും ആ ഒരു ഇൻസിഡന്റ് അമ്മേനെ വളരെ തളർത്തി. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൊച്ചിന് അവനൊരു 4 മാസമായ ദിവസം തന്നെ അമ്മ കോട്ടയത്ത് ആശുപത്രി വെച്ച് അമ്മയും മരണപ്പെട്ടു. പക്ഷെ എല്ലാവരുടെയും ആ ഒരു 2 പേരുടെ വിയോഗം അത് ശരിക്കും താത്തി എങ്ങനെ ജീവിക്കണമെന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷെ എല്ലാരും എനിക്ക് പറഞ്ഞു തന്നു ഒരു കൊച്ചുണ്ട്, ഒരു മോനുണ്ട്, അതിനുവേണ്ടി ജീവിക്കണമെന്ന്. ശരിക്കും ആ ഒരു നിമിഷമാണ് എനിക്കിപ്പോഴും മറക്കാൻ പറ്റുക. സങ്കടവുമാണ്, അതോടൊപ്പം സന്തോഷവും. എനിക്കൊരു മോനെ തന്നല്ലോ എന്നോർത്ത് ഇപ്പോഴും ഞാൻ സന്തോഷിക്കുന്ന ആ ഒരു കാരണമുള്ളൂ. ഒരാളെ ഉള്ളൂ എനിക്ക്, അതിൽ തന്നെ സന്തോഷം. ഇത്രയേ ഉള്ളൂ പറയാൻ. എന്താ പറയണ്ടേന്ന് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അനിയന്റെ ഒരു പുനർജന്മം തന്നെ ആവട്ടെ അല്ലെ. അതുപോലെ ഒരു അമ്മനെ നോക്കാനും അതുപോലെ തന്നെ അങ്ങനെ ഒരു സ്നേഹവും അല്ലെ. എന്താ പറയണ്ടേന്ന് അറിയില്ല കേട്ടോ. ഞാൻ പറയാം മേഡം. ഹലോ. നമ്മള് ലൈഫിൽ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവും. നമ്മള് കുട്ടികളൊക്കെ ഇങ്ങനെ വലുതായിട്ടും ചെറുതായിട്ടൊക്കെ വരുമ്പോൾ അതിന്റെ ഇടയിൽ, കുട്ടികളുടെ വളർച്ചയുടെ ഇടയിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവും. അതിന്റെ ഇടയിൽ നമുക്ക് അതിങ്ങോട്ട് ഇമ്പ്രൂവ് ആയിട്ട് വരുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ. എന്റെ മോള് ചെറിയ കുട്ടിയാകുമ്പോൾ കോഴികൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. അപ്പൊ അതിന്റെ പിന്നാലെ പോയിട്ട് ഇങ്ങനെ വെള്ളം തൊട്ടിൽ നിറച്ച് വെച്ചിരുന്നു. അപ്പൊ അതിൽ പോയിട്ട് വീണു അവള്. ആ കോഴികളുടെ പിന്നാലെ പോയിട്ട് ആ ബോൾ ഉണ്ടായിരുന്നു അവളുടെ കയ്യില്. അപ്പൊ ആ ബോൾ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് പോയതാ. അപ്പൊ അത് ആ ബോളിലേക്ക്, ആ തൊട്ടിയിലെ വെള്ളത്തിലേക്ക് ആ ബോൾ വീണപ്പോ അവള് അതിലേക്ക് എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ തല ഇട്ടതാണ്. അപ്പൊ അതിലേക്ക് അങ്ങോട്ട് ചാടി അവള്. അപ്പൊ കാല് മേലേക്കോ അങ്ങനെ. പക്ഷെ ഞങ്ങൾ കണ്ടില്ല. ഞാൻ അടുക്കളയിൽ എന്തോ പണിയെടുത്തുകൊണ്ടിരിക്കേണ്ട ഇടയില് കുട്ടിയുടെ സൗണ്ട് കേൾക്കാല്ല. ഞാൻ 2 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ അവളെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പൊ അവൾ കേൾക്കണില്ല. അപ്പൊ അത്ര നേരം ഇങ്ങനെ അവളെ ശബ്ദം കേട്ടിരുന്നു, പക്ഷെ എനിക്ക് കേൾക്കാല്ല. അപ്പൊ ഞാൻ അടുക്കളയിൽ നിന്ന് ഓടി വന്നപ്പോ ഇവള് വെള്ളത്തിൽ ഇങ്ങനെ തല ഇട്ടിട്ട് ഇങ്ങനെ കിടക്കാണ്, കാല് മാത്രം കളിക്കുക. അപ്പൊ എനിക്ക് അത്ര പ്രായമായിട്ടുണ്ടായിരുന്നില്ല, ചെറുപ്പത്തിലേ കല്യാണം കഴിഞ്ഞതാണ്. അപ്പൊ 20 വയസ്സൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഭയങ്കര എന്താ ചെയ്യണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥയായി പോയിരുന്നു.
അപ്പോ എന്താ എന്റെ ബോധം പോയോ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ അങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കായിരുന്നു അതില്. അപ്പോഴേക്ക് അമ്മയൊക്കെ വന്നിട്ട് ഭർത്താവിന്റെ അമ്മ വന്നിട്ട് വേഗം ഇങ്ങനെ കാലെടുത്തിട്ട് കുട്ടീനെ ഇങ്ങനെ മേലേക്ക് പൊന്തിച്ചിട്ട്, അപ്പൊ ഈ കുട്ടി എന്താ അവയ്ക്ക് ഞാൻ അങ്ങനെ ഓരോന്നിലും വായിച്ചിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ട്, ഇങ്ങനെ വെള്ളത്തിൽ വീണ പിന്നെ കുട്ടി ഇതാവില്ല അങ്ങനെ. പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ എന്നിട്ട് അവര് വന്ന് പെട്ടെന്ന് എന്തൊക്കെ അവര് ആരൊക്കെ എല്ലാരും 4 പുറമുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് അവരിങ്ങനെ കുട്ടിയെ രക്ഷപ്പെടുത്തി. ഞാനൊന്നും ചെയ്യണില്ല, കരയണൂല്ല, ഒന്നും ചെയ്യണില്ല, അങ്ങനെ ഇരിക്കുക. എന്നിട്ട് പിന്നെ ഇന്നെ എല്ലാരും ഇങ്ങനെ തട്ടി വിളിച്ചു, കുട്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ല, കുട്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ല പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു നിമിഷക്ക് ഇങ്ങനെ കുട്ടീനെ തിരിച്ചു കിട്ടി എന്നുള്ള ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. അപ്പൊ കുറച്ചു നേരം അവള് വെള്ളത്തിൽ കടന്നു. ഞാൻ നമ്മുടെ ശ്രദ്ധ കൊണ്ടാണ് എന്നുള്ളൊരു ഭയങ്കര വിഷമായിരുന്നു എനിക്ക്. അതിനുശേഷം നമ്മള് പിന്നെ എപ്പോഴും നമ്മൾ എന്ത് പണിയെടുക്കുമ്പോഴും നമ്മളൊപ്പം അങ്ങനെ. അതേ കാരണം ഞാൻ ഒന്നിനും പോവാതെ അങ്ങനെ കുറെ കാലം എനിക്ക് ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു. പിന്നെ ശരിയായി പിന്നെ കുറെ കഴിഞ്ഞപ്പോ. ഇപ്പൊ കുട്ടികളൊക്കെ വലുതായി, അതൊരു ഇൻസിഡന്റ് ആണ്, അതൊരു ഭയങ്കര പിന്നെ സന്തോഷമുള്ള ഒരു കാര്യമായി മാറിയത്. അങ്ങനെ കുറെ സംഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് കുട്ടികളെ വളർച്ചയുടെ ഇടയിൽ. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ഹാപ്പിയാണ്. ഇപ്പൊ നമുക്ക് എന്താണ് സന്തോഷമുള്ള നിമിഷങ്ങൾ എന്താന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഇൻസിഡൻസ് ആണല്ലോ. അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് പാട്ട് പഠിക്കണം, ഒരു സ്റ്റേജിൽ കയറി പാട്ട് പാടണം എന്ന്. ചെറുപ്പത്തിൽ എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് ചെറുപ്പത്തിൽ പഠിക്കാനോ അങ്ങനെ പാടാനോ ഒന്നുള്ള ഒരു അവസരം ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനുള്ള ഒരു സാഹചര്യം വീട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെയൊക്കെ ആവുമ്പോ എനിക്ക് പിന്നെ അതൊക്കെ എനിക്ക് അതൊന്നും ഇനി നടക്കില്ല, എന്റെ ജീവിതത്തിൽ അതൊക്കെ ഒരു നഷ്ടപ്പെട്ട ഒരു ഇതാണ് അങ്ങനെ വിചാരിച്ചു ഞാൻ. അങ്ങനെ ഇപ്പൊ ഞാൻ പാട്ട് പഠിക്കാൻ ഇപ്പൊ 4 വർഷമായിട്ട് ഞാൻ ഇപ്പൊ പാട്ട് പഠിക്കുന്നുണ്ട്. മ്യൂസിക് ക്ലാസ്സിൽ ചേർന്നു. ഇപ്പൊ ഞാൻ മ്യൂസിക് ക്ലാസ്സിൽ ചേർന്നു. ഇപ്പൊ ഈ സെപ്റ്റംബറിൽ ഞങ്ങൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് ഇനിയിപ്പൊ ഞാൻ പോയി പാടാൻ പോവുകയാണ്. അതിന്റെ ഇടയിൽ കുറച്ച് എന്റെ ഏജുള്ളവരും പിന്നെ ചെറിയ കുട്ടികളും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരു ട്രൂപ്പിൽ ഞാൻ ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ അവിടെ അമ്പലത്തില് ഓരോ ഉത്സവങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ഞങ്ങള് പാട്ട് പാടാൻ ഇങ്ങനെ ഡിവോഷണൽ സോങ്സ് ഒക്കെ ഫസ്റ്റ് ഞാൻ ഇങ്ങനെ സ്വപ്നം കാണാറുണ്ട്. ഇങ്ങനെ ഓർക്കസ്ട്ര ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് തബല വയലിൻ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ ഇരുന്ന് പാടണതൊക്കെ ഞാൻ അങ്ങനെ സ്വപ്നം കാണും. ഇതൊക്കെ വെറും സ്വപ്നല്ലേ, അങ്ങനെ ഞാൻ ഒരുപാട് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ കുട്ടികൾ കുറച്ച് വലുതായിട്ടോ, അവര് ഡിഗ്രി അങ്ങനെയൊക്കെ ആയി. ഇപ്പൊ അവർക്ക് ഭയങ്കര സപ്പോർട്ട് അവരുടെ. അപ്പൊ അവരാണ് അമ്മക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരാണ് കൊണ്ടുപോയിട്ട് ചേർത്തതും. അങ്ങനെ ഇപ്പൊ അത്യാവശ്യം ഞാൻ കുഴപ്പമില്ലാതെ പാടും. അപ്പൊ അങ്ങനെ ഇപ്പൊ അങ്ങനെ ഒരു പാടാൻ എനിക്ക് ഫസ്റ്റ് നല്ല സന്തോഷം ഉണ്ടായ നിമിഷം എന്താന്ന് വെച്ചാല്, ഞങ്ങളുടെ അമ്പലത്തിൽ ഒരു ഉത്സവം ഉണ്ടായപ്പോ അവിടുത്തെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറും അവരുടെ ഒരു ട്രൂപ്പ് വന്നിട്ട് നമുക്ക് പാടാം എന്ന് പറഞ്ഞിട്ട്, ഞാൻ ആ സ്വപ്നത്തിൽ കണ്ട അതേപോലെ തന്നെ എനിക്ക് ഇങ്ങനെ വയലിനും ഓർക്കസ്ട്ര ഒക്കെ വെച്ചിട്ട് ഞാൻ ഇരുന്നിട്ട് പാടി. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇത് സ്വപ്നാണോ സത്യാണോ, ഇത് സന്തോഷം എന്നുള്ള നിമിഷം പറയാൻ പറഞ്ഞപ്പോ ഞാനത് അപ്പൊ എനിക്ക് ചെറുപ്പത്തിൽ സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ സാധിക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ എനിക്ക് ടീച്ചർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. PSC ഒക്കെ നോക്കിയിരുന്നു. പക്ഷെ ഡിഗ്രി സെക്കൻഡ് ഇയർ ആവുമ്പോഴാണ് കല്യാണം കഴിഞ്ഞത്. പിന്നെ തുടർന്ന് പഠിക്കാൻ പറ്റിയില്ല. അതൊക്കെ വേറെ കഥ, അതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്, അത് പോട്ടെ. പക്ഷെ സന്തോഷമുള്ള നിമിഷങ്ങൾ കുറെ ആൾക്കാരുടെ അനുഭവം പറഞ്ഞപ്പോ ഭയങ്കര സങ്കടമായി. അപ്പൊ കുറച്ച് എല്ലാവർക്കും പോസിറ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറയണത് കേട്ടോ. അപ്പൊ നമുക്ക് അപ്പൊ എനിക്ക് ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ നമ്മളെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാലേ നമുക്ക് നടക്കും. നമ്മളത് ഏത് സാഹചര്യത്തിലും നമ്മളത് പോയിട്ട് നമ്മൾ നേരിടണം. നമ്മളത് കുറച്ച് ബുദ്ധിമുട്ടായാലും ശരി, നമ്മളെ കൊണ്ട് പറ്റും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഏത് ആഗ്രഹവും സാധിക്കും. അങ്ങനെയാണ് ഞാനിപ്പോ ഈ സ്മാർട്ട് അക്കാദമിയിലും ചെയ്തത്. ഞാൻ ഡിസൈനും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് മ്യൂസിക് ഞാൻ വിജയിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഈ ഒരു ആഗ്രഹം കൂടി എനിക്ക് സാധിക്കണം, അങ്ങനെ ഒരു തോന്നൽ എനിക്ക് വന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചേർന്നത്. അപ്പോ അതുകൊണ്ട് ഹാപ്പിയാണ്. നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാവും, പക്ഷെ ആ സങ്കടങ്ങളുടെ ഇടയിൽ കൂടെ നമ്മൾ കുറച്ച് പോസിറ്റീവും കൂടെ ആയി ചെയ്താൽ നമ്മളെ ലൈഫ് ഹാപ്പി ആയി പോകും. താങ്ക് യു മാഡം. മാം, അമ്പിളി പറഞ്ഞ പോലെ തന്നെയാണ് എനിക്കും ചെറുതിലെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കണം എന്നുള്ളത്. ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ അരങ്ങേറ്റം ചെയ്യണം എന്നൊക്കെയുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അന്നൊന്നും ഈ പറഞ്ഞാൽ എന്റെ കുട്ടനാടാണ്, ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടാണ് എന്റെ നാട്. അവിടെ അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ മോളായി കഴിഞ്ഞപ്പോ എന്റെ നടക്കാതെ പോയ ആഗ്രഹം വെച്ചിട്ട് അവളെ ഡാൻസ് പഠിപ്പിച്ചു. ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം അവളുടെ അരങ്ങേറ്റം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. പിന്നെ അവളുടെ കൂടെ തന്നെയാണ് ഞാനിപ്പോ ഡാൻസ് പഠിക്കാൻ പോകുന്നത്. എനിക്ക് ടൈമിന്റെ കുഴപ്പമുണ്ട്, അത് കാരണം അതനുസരിച്ചിട്ട് ഞാൻ ട്രൂപ്പ് ഉണ്ട് കേട്ടോ, തിരുവാതിര ട്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. അത് ഞങ്ങള് ഉത്സവങ്ങളിലൊക്കെ ഞങ്ങൾ ഓരോ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് കളിക്കാറുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടതാണ്. ചെറുതിലെ ടീച്ചറാവണമെന്നും ആഗ്രഹമായിരുന്നു, പക്ഷെ അതിനും പറ്റിയില്ല. അപ്പം B.Ed ഒന്നും അല്ല എടുത്തത്.
പക്ഷെ എങ്കിൽ പോലും ഒരു 2 വർഷം മുമ്പ് ഒരു ജസ്റ്റ് ഇവിടെ അടുത്ത് തന്നെയാണ്, വെറുതെ ഇരിക്കുകയാണല്ലോ എന്ന് വെച്ചിട്ട് എന്റെ ഒരു എനിക്ക് പരിചയമുള്ള ഒരു കുട്ടിയാണ് ഈ സ്കൂളിലേക്ക് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തത്. അപ്പൊ അങ്ങനെ ചെറിയ പിള്ളേരാണെങ്കിലും ടീച്ചറായിട്ട് തന്നെ അവരുടെ കൂട്ടത്തിൽ പോകാനായിട്ട് പറ്റുന്നുണ്ട്. അതൊക്കെ ഒരു ഹാപ്പി മൊമെന്റ്സ് തന്നെയാണ്. എല്ലാം ഹാപ്പിയസ്റ്റ് മൊമെന്റ് തന്നെയാണ്. എല്ലാവരും നമ്മുടെ MT ലെവലിൽ എല്ലാവരും സർവകലാ വല്ലതികൾ എന്ന് പറയാൻ പറ്റുള്ളൂ നമുക്ക്. പാട്ട്, ഡാൻസ്, അല്ലെ, ആക്ഷൻ സോങ് ഒക്കെ ഇപ്പൊ ചെയ്ത ആക്ഷൻ സോങ് ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് ചെയ്യും അല്ലെ. ആ കുട്ടി സ്കൂളിൽ പോയി പഠിപ്പിക്കുന്നുണ്ടെങ്കിലും നല്ലതായിരുന്നില്ലേ? നിങ്ങൾ കണ്ടപ്പോ സൂപ്പർ ആയിട്ട് ചെയ്തില്ലേ? നല്ലൊരു ടീച്ചറിന്റെ നമുക്കും അങ്ങനെ പഠിക്കാട്ടോ. വർഷങ്ങളിൽ നമുക്ക് നല്ലൊരു രീതിയിൽ ആക്ഷൻ സോങ്, കഥ, കവിത, ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ചെയ്തപ്പോ നിങ്ങളുടെ മനസ്സൊന്നും ഫ്രീ ആയി. ഇപ്പോഴും പഠിപ്പായിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടല്ലേ? ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്തപ്പോ ഒരു ഫ്രീയും അതുപോലെ സന്തോഷമൊക്കെ ഇല്ലേ? ഇല്ല ആണോ? ഇഷ്ടപ്പെട്ടോ? കൊറേ പറയാനുണ്ട്, പക്ഷെ എങ്കിലും പറയാറായി. താങ്ക് യു ഇങ്ങനെ ഒരു ഇത്. പിന്നെ ഒരു കാര്യം, ഞാൻ MD 6 ബാച്ചിലുണ്ടായിരുന്ന ആളാണ്. എനിക്ക് ടെൻഡിങ് വർക്കുകൾ ഒരുപാട് വന്നതുകൊണ്ട് ഞാൻ ബാച്ച് മാറിയതാ ശരിക്കും. MD 6 ഞാൻ റെക്കോർഡ് ക്ലാസ്സുകൾ മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഞങ്ങൾക്ക് വെക്കേഷൻ ആയതുകൊണ്ടാണ് ഇപ്പൊ കയറാൻ പറ്റിയത്. സമ്മർ ക്യാമ്പ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യും. ഇല്ല, പക്ഷെ സമ്മർ ക്യാമ്പ് ഉണ്ട്, ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഞാൻ ഒരു 1 മന്ത് ലീവ് എടുത്തിരിക്കുകയായിരുന്നു. കുറച്ച് പെൻഡിങ് കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്ത് വെക്കാം എന്നുള്ളത് വിചാരിച്ചിട്ട്. ആക്ടിവിറ്റീസ് ഒക്കെ ഇപ്പൊ ഈ ക്ലാസ്സസിലും ഒക്കെ വരുന്നതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സമയം എടുക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു മന്ത് ലീവ് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഏപ്രിൽ മാസത്തിൽ ലീവ് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയും കൂടെ ഒരു കാര്യമുണ്ട്. MD 6 ജോയിൻ ചെയ്ത ആളാണ്, വീണ്ടും ബാച്ച് മാറി. ഓക്കെ മാം. ഇനി നമുക്ക് നെക്സ്റ്റ് ആരാ നെക്സ്റ്റ് പറയേണ്ടത്? നെക്സ്റ്റ് ക്ലാസ് ഞാൻ പറയാം. ആരാണ്? ഞാൻ പറയാം. സരിത. എന്റെ പേര് സരിത. സരിത. ഹാപ്പിയസ്റ്റ് മൂമെന്റ് എന്ന് പറഞ്ഞാല് ഒരുപാട് ദുഃഖങ്ങളിൽ നിന്ന് സന്തോഷം കിട്ടുന്ന സംഭവം ഉണ്ട്. അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാരും ഇപ്പൊ അങ്ങനെ പറയണ്ടല്ലോ. എനിക്ക് ഹാപ്പിയസ്റ്റ് മൂമെന്റ് പറഞ്ഞാൽ നല്ല സപ്പോർട്ടീവ് ആയിട്ടൊരു ഹസ്ബൻഡിനെ കിട്ടിയെന്നുള്ളതാണ്. കാരണം ഇപ്പൊ നേരത്തെ ഇവരൊക്കെ പറഞ്ഞ പോലെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ അല്ലാതെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ പിന്നെ പാട്ട് പാടലും ഡാൻസ് കളിക്കലും ഇതൊക്കെ ഓരോ ആഗ്രഹങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ നമ്മളെ സാഹചര്യം കൊണ്ട് പഠിക്കാനോ അങ്ങനെയൊന്നും പറ്റിയായിരുന്നില്ല. ജസ്റ്റ് സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടണം സ്കൂളിൽ നിന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്കൂളിലൊക്കെ ആകുമ്പോൾ നമ്മൾ 10ാം ക്ലാസ് +2 വരെയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പിന്നെ തുടരാൻ പറ്റിയിട്ടില്ല. പിന്നെ ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴാണ് കല്യാണം ഉണ്ടായത്. അപ്പൊ കല്യാണമൊക്കെ വന്നപ്പോ സത്യം പറയാ, അയ്യോ ഇനിയിപ്പൊ ഇങ്ങനെ ഒന്നും പറ്റില്ലല്ലോ, അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ടും അതെ, ഇങ്ങനെ പരിപാടികളും അങ്ങനെയൊക്കെ കാണും, പക്ഷെ ഒന്നിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്തായിരുന്നില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുക, മുന്നേ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആളല്ലേ, ആൾക്കറിയാം ചെയ്തിരുന്ന ആളല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞു അത് എല്ലാവർക്കും ഒന്നും ഇവിടെ എല്ലാവർക്കും ഒന്നും അങ്ങനെ ഫുൾ സപ്പോർട്ടല്ല, അങ്ങനത്തെ ഒരു ടീമായിരുന്നു ഫാമിലി. അപ്പൊ അത് കാരണം ഞാൻ അതിന് പിന്നോക്കം നിൽക്കായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ചേട്ടന്റെ ഒരു നിർബന്ധം കൊണ്ട് ഇവിടെ ഞങ്ങളുടെ ഏട്ടന്റെ മോന്റെ കല്യാണത്തിന് ഒരു ഗാനമേളക്ക്, കല്യാണത്തിന് തലേദിവസം വീട്ടിൽ ഗാനമേള ഉണ്ടായി. അതില് എന്നെ കൊണ്ട് നിർബന്ധിച്ച് പിന്നെ പാട്ട് പാടിപ്പിച്ച്. അങ്ങനെയാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ ഇവിടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കേട്ടോ കയറുന്നത്. അപ്പൊ അതിനുശേഷം എനിക്ക് ഭയങ്കര സപ്പോർട്ട് തന്നെയായിരുന്നു. അതുപോലെ ഇപ്പോ ഈ ക്ലാസ്സിൽ ജോയിൻ ആയതും ആളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. അതൊക്കെ ഒരു ഹാപ്പിയസ്റ്റ് മൂമെന്റ് തന്നെയാണ്. സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹസ്ബൻഡ് എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യാനായിട്ട് ബാക്ക് ബോൺ ആണെന്ന് പറയാലേ നമുക്ക്. അതന്നെ അതന്നെ അങ്ങനെ തന്നെ. എന്ത് കാര്യം ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിരിക്കും അല്ലെ? തീർച്ചയായും. ഓക്കെ, നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇനി പറയാത്തവരാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ.
സന്തോഷമായോ? ക്ലാസ് ഓക്കെ. ഇഷ്ടപ്പെട്ടോ? ആക്ടിവിറ്റി കാണുന്നത്? പിന്നെ നല്ല ഇഷ്ടായി. ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് അമ്പിളിയും സരിതയുടെയും അതുപോലെ തന്നെ ഏതാ പേര് മീൻസ് പ്രത്യക്ഷ എന്നാണോ പേര്? നമുക്ക് പാട്ട് കേൾക്കാട്ടോ. അവരുടെ ക്ലാസ് ഒക്കെ ബോറടിക്കുമ്പോ നിങ്ങൾ പറഞ്ഞാൽ മതി. ക്ലാസ് ബോറടിക്കുന്നു, അമ്പിളിയുടെ ഒരു പാട്ട് കേൾക്കണം. ഞാൻ പാടും, പക്ഷെ ഞാൻ കുഞ്ഞു പിള്ളേരുടെ പാട്ടേ പാടുള്ളൂ. അത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഏത് പാട്ടായാലും മതിയല്ലേ? പാട്ട്, ആക്ഷൻ സോങ് കുഞ്ഞു പിള്ളേർക്ക് ഉള്ളതല്ല. അവരുടെ കൂട്ടത്തിൽ കൂടി ഞാനും ഇപ്പൊ ചെറുതായിട്ട് നമുക്ക് ഇവിടെ ആവശ്യം അതന്നെയല്ലേ മാഡം? കുഞ്ഞു കുട്ടികളുടെ പാട്ട് തന്നെയല്ലേ ആവശ്യം കൂടുതലും? കുഞ്ഞുകുട്ടികളല്ലേ, അത് മതി. അത് കണ്ടാലും മതി. ഇപ്പൊ പാടണോ? ഇപ്പൊ പാടണ്ട, ഇപ്പൊ മിസ്സിന്റെ അടുത്ത ക്ലാസ് ഉള്ളത്. ഓക്കെ മാം, ഞാൻ ക്ലാസ്സിൽ ഞാൻ പാടാം. എല്ലാവർക്കും എന്തുപറ്റി വിഷമം? ക്ലാസ് തീരണേലാണോ? ഇപ്പൊ വിശപ്പ്, ഹംഗ്രി. ഓക്കെ ഓക്കെ ഓക്കെ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യണേ. എല്ലാരും പോയി കുട്ടിച്ചു. താങ്ക് യു മാഡം. താങ്ക് യു.